എല്ലാവർക്കും നമസ്കാരം. വളരെ സങ്കടകരമായ രണ്ട് വാർത്തകളാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത്. രണ്ട് തംബ്നെയിൽ ഒരേ വീഡിയോയ്ക്ക് ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ട് തൽക്കാലം അതിലെ ഏറ്റവും ഭീകരമായ ഒരെണ്ണം വെച്ച് നമ്മളിന്ന് മുന്നോട്ട് പോവുകയാണ്. അതിൽ ആ വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ അത് ചെയ്ത് മുന്നോട്ട് വരണമെന്ന് സാന്ദർഭികമായിട്ടൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്ന ആളുകൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് ഡിസ്ക്രിപ്ഷനിലുള്ളത് കണ്ടെത്തുക. ഒന്നാമത്തെ വാർത്ത എന്ന് പറയുന്നത് പാകിസ്ഥാനിൽ നിന്നും വന്ന ഒരു വാർത്തയാണ്. ആ വാർത്ത സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ പരാമർശങ്ങളൊന്നും നമുക്കിപ്പോൾ വീഡിയോയിൽ പറയാൻ പറ്റാത്ത അത്തരത്തിലുള്ളൊരു വാർത്തയാണ്. കാരണം ഒരു മനുഷ്യനെ പച്ചയ്ക്ക് കത്തിച്ച ഒരു സംഭവം, അത് സംബന്ധിച്ചിട്ടുള്ളതാണ് ഒന്നാമത്തെ ഒരു വാർത്ത എന്ന് പറയുന്നത്. ബ്ലാസ്ഫമി എന്ന് പറയുന്നത്, മതനിന്ദ എന്ന് പറയുന്ന ഒരു സംഗതിയെക്കുറിച്ച് നമ്മളെപ്പോഴും പറയാറുണ്ട്. അതെങ്ങനെയാണ് ഇസ്ലാമിക ലോകത്ത് വലിയൊരു വിഷയമായിട്ട് നിൽക്കുന്നതെന്ന്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൂടി നമ്മളൊരു കോയ കോളിംഗ് അതിൻ്റെ സമയത്ത് പോലും നമ്മൾ സംസാരിച്ചപ്പോൾ ആ സുഹൃത്ത്, ആ ഒരു വിശ്വാസിയായിട്ടുള്ള ആൾ നമ്മളോട് ചോദിക്കുന്നുണ്ട്, അങ്ങനെ കാര്യങ്ങൾ ചെയ്യുമോ എന്നുള്ളൊരു ചോദ്യം. അയാൾക്കും കൂടിയുള്ള ഒരു ഉത്തരമാണ് ഈ ഒരു വാർത്ത എന്ന് പറയുന്നത്. പാകിസ്ഥാനിൽ നടന്ന സംഭവം ഇത് ആദ്യത്തെ സംഭവമല്ല. അവിടെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന സംഗതിയാണ്. ഒരാളെ ഇതുപോലെ ബ്ലാസ്ഫമി, അതല്ലെങ്കിൽ മതനിന്ദ നടത്തി, ഖുർആൻ കത്തിച്ചു എന്നോ അതല്ലെങ്കിൽ ഖുർആൻ നശിപ്പിച്ചു എന്നൊക്കെയുള്ള പല പേരുകളിലാണത് പുറത്തേക്ക് വരിക. എന്തു തന്നെയായാലും മതനിന്ദ നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ആളുകൾ ഇറങ്ങിത്തിരിക്കുന്നു. അത് പള്ളികളിലൂടെ അനൗൺസ് ചെയ്യുന്നു. ആളുകളിലേക്ക് ആ വാർത്ത പടരുന്നു. അവിടെ വാട്സപ്പിൻ്റെ ആവശ്യമില്ല, വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ആവശ്യമില്ല, പള്ളിയിൽ നിന്ന് നേരെ മൈക്കെടുത്ത് തന്നെ പറയുന്ന അവസ്ഥയാണ്. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ആളുകൾ കൂട്ടം കൂട്ടമായിട്ട് നടു റോഡിലേക്ക് ഇറങ്ങി തിരിച്ച് അതിനുവേണ്ടി ഒച്ചയും ബഹളം ഉണ്ടാക്കുന്നു. അങ്ങനെ ആ ഒരു കൂട്ടം ആളുകൾ ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പോലീസ് സ്റ്റേഷനിൽ വരെ ഇടിച്ചു കയറിക്കൊണ്ട് ആ പോലീസ് സ്റ്റേഷൻ തകർത്ത് കത്തിച്ച് എന്നിട്ട് അതിനകത്ത് നാളെ പിടിച്ചിറക്കി എന്നിട്ട് മുറ്റത്തിട്ടിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നു. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. അത് സംബന്ധിച്ചുള്ള ആ ചിത്രങ്ങൾ, അതിൻ്റെ തീ കത്തുന്ന ചിത്രം, അത് മാത്രമേ ഇപ്പോൾ നമുക്കിവിടെ കാണിക്കാൻ കഴിയുള്ളൂ എന്നതാണ്. ഇപ്പോൾ ഈ പറഞ്ഞ സംഗതി ഇത് ഈ ഒരു കേസിൽ മാത്രമല്ല, ഇതിനു മുന്നേ നമ്മളൊരു ശ്രീലങ്കക്കാരൻ്റെ വിഷയത്തിൽ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ ഇതേപോലെ കത്തിക്കാൻ വേണ്ടി നിന്നതിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ട ഒരു ചൈനക്കാരനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. കഴിഞ്ഞ ആഴ്ച ഏതാനും 10 ദിവസങ്ങൾക്ക് മുന്നേ, അത്രയായിട്ടില്ല എന്ന് തോന്നുന്നു, ഒരു ക്രിസ്ത്യാനിയായിട്ടുള്ള ഒരു വ്യക്തിയെ ഇതുപോലെ കത്തിച്ചതിനെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാകും. അത് ആ വീടടക്കം അവരുടെ സ്ഥാപനങ്ങളെല്ലാമാണ് അന്ന് അവിടെ കത്തിച്ചത്. ഇതെല്ലാം ഇവിടെ നടക്കുന്നത് ഇസ്ലാമിക നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇങ്ങനെ ആക്രമിക്കണം, ഇങ്ങനെ ഇതുപോലെ ചെയ്യണം എന്നൊക്കെ പറയുമ്പോഴും കത്തിക്കാൻ പാടുണ്ടോ എന്നുള്ളത് മാത്രമാണ് ഇവിടുത്തെ ചോദ്യം. കാരണം ഇസ്ലാമികിലെ ആ ഒരു നിയമം നമ്മൾ എടുത്തു വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കത്തിക്കാൻ പാടില്ല, കഴുത്ത് വെട്ടി കൊല്ലണമെന്നതാണ് നിയമം. പക്ഷേ ഇതിപ്പോൾ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അവരതങ്ങനെ ചെയ്തു പോകുന്നതാണ്. ഒരു ഹദീസ് ആണ് എനിക്കിവിടെ ഓർമ്മ വരുന്നത്. ഇതുപോലെ മതനിന്ദ നടത്തി എന്ന് പറയപ്പെടുന്ന കുറച്ച് ആളുകളെ ഞങ്ങൾ കത്തിച്ചു എന്ന് പറഞ്ഞിട്ട് വന്നിങ്ങനെ പറയുകയാണ് ഖലീഫയുടെ അടുത്ത്. അപ്പോൾ ആൾ പറയുകയാണ്, നിങ്ങളോട് ആരാ പറഞ്ഞത് കത്തിക്കാൻ പാടില്ല, കഴുത്ത് വെട്ടണം എന്നല്ലേ മുഹമ്മദ് നബി നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്? കാരണം കത്തിക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിന് മാത്രം കൊടുക്കാൻ പറ്റുന്ന ഒരു പണിഷ്മെൻ്റാണ്. നമുക്ക് കഴുത്ത് വെട്ടാനല്ലേ പാടുള്ള ഒരു പൊന്നാര ചങ്ങായിമാരെ എന്ന് ചോദിച്ചിട്ട് അവരെ ശകാരിക്കുന്ന ഒരു ഖലീഫയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഒന്ന് ആലോചിക്കൂ, എന്താണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അതായത് കൊല്ലണം എന്നത് അവിടെ നിർബന്ധമാണ്. കൊന്നിരിക്കണം, കൊല്ലപ്പെടാനുള്ള എല്ലാ സാഹചര്യവും അവിടെ ഒരുക്കി വെച്ച് കൊടുത്തിരിക്കുകയാണ് ആ നിയമം, മതനിയമം. എങ്ങനെ കൊല്ലണം എന്നത് സംബന്ധിച്ച് മാത്രമായിരുന്നു അന്നും ആളുകൾക്ക് ഒരു പ്രശ്നം സംഭവിക്കുന്നത്. അതല്ലെങ്കിൽ ആ ഒരു വിഷയം അത് നടക്കുന്നതിൻ്റെ ഇടയിൽ ഇതൊക്കെ ആര് നോക്കുന്നു, നിയമമൊക്കെ ആര് ഉടനെ പോയിട്ട് ഇതൊക്കെ എടുത്ത് വായിക്കാൻ നോക്കുന്നു. ഇത് ഈ ഒരു വിഷയത്തിലല്ലല്ലോ. നമ്മളിവിടെ ജോസഫ് മാസ്റ്ററുടെ കൈയും കാലൊക്കെ വെട്ടിയെടുക്കാൻ വേണ്ടി വന്നപ്പോഴും നമ്മൾ കണ്ടതാണ്. എന്താ കണ്ടത്? ഖുർആനിൽ എഴുതി വച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ഇസ്ലാമിലെ നിയമം എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് എഴുതി വച്ചിരിക്കുകയാണ്. നമ്മുടെ മറ്റേ കഥയല്ല, ഇത് തന്നെ. അതായത് കൈകാലുകൾ വിപരീത ദിശയിൽ നിന്നുമാണ് വെട്ടേണ്ടത് എന്ന് കൃത്യമായിട്ട് എഴുതി വച്ചിരിക്കുകയാണ്. വിപരീത ദിശയിൽ നിന്നും 5:33 അത് നിങ്ങൾക്ക് വായിക്കാം. അപ്പോൾ ഇത് നടപ്പിലാക്കാൻ വന്ന കൂട്ടത്തിൽ ഒരാൾക്ക് ഈ നിയമം അറിയില്ല. അയാൾ അറിയാതെ വലത്തെ കൈയും ഇടത്തെ കാലും വെട്ടുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ ഇടത്തെ കൈയും വെട്ടാൻ വേണ്ടി നോക്കുന്നു. അപ്പോൾ മറ്റേ ആൾ തടയാണ്, വെട്ടല്ലടാ, എന്നോട് വലത്തേതും ഇടത്തേതും അല്ലേ വെട്ടാൻ പറഞ്ഞു, വിപരീത ദിശയിൽ നിന്നല്ലേ, ഈ എന്താ മദ്രസയിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നോ എന്ന് ചോദിച്ച് അവിടെ വെച്ച് അവൻ്റെ തലമണ്ടയ്ക്ക് ഒരു ഞോണ്ട് കൊടുക്കുന്നതും, ഞാൻ മറന്നുപോയി, അന്ന് ഞാൻ വെളിച്ചെണ്ണ വാങ്ങാൻ പോയത് കാരണം ഞാനത് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട്
അതിൽ നിന്ന് ആ വെട്ട് പകുതിക്ക് വെച്ച് നിർത്തുന്നത് കൊണ്ട് ഇന്ന് മാഷ ഇടത്തെ കൈ വെച്ചിട്ട് പുസ്തകം എഴുതിയത് നമ്മൾ കണ്ടു. ഇല്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കാമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. ഇതാണ് ഈ മതത്തിൻ്റെ കീഴിൽ നടക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ മതം അത് പഠിപ്പിക്കുന്നത് ഇതുപോലെയുള്ള വയലൻസാണ്. അത് മുന്നോട്ട് വെക്കുന്നത് ഇത്തരത്തിലുള്ള കാടൻ നിയമങ്ങളാണ്. അവിടെ ആ റൂൾ ഓഫ് ലാൻഡ് എന്ന് പറയുന്നൊരു സംഗതി, നിയമവാഴ്ച, അങ്ങനെ ഒരു സംഗതിയെ പുല്ലുവിലയാണ്. അതെന്തുകൊണ്ട് എന്നും കൂടി നിങ്ങൾ ആലോചിക്കണം. കാരണം എപ്പോഴും ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഏത് നാട്ടിൽ ജീവിക്കുകയാണ് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എപ്പോഴും ഉയർത്തിപ്പിടിക്കാൻ കഴിയേണ്ടത് ഇസ്ലാമിലെ നിയമമാണ്. അത് നിങ്ങൾക്ക് ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളൊന്നുകിൽ അവിടെ ജിഹാദ് നടത്തിയിട്ട് അത് നിങ്ങൾക്ക് ആ നിയമം നടപ്പിലാക്കാൻ പറ്റുന്ന സ്ഥലമാക്കി മാറ്റണം. അതിനുവേണ്ടി നിങ്ങൾ ഇറങ്ങിത്തിരിക്കണം. 2047 മിഷൻ 2047 ഇന്ത്യ ഒരു ഇസ്ലാമിക രാജ്യമാക്കാൻ വേണ്ടിയിട്ട് നടന്ന ആ കോയമാരെ നിങ്ങൾക്കറിയാം. അതിൻ്റെ കാരണം അതാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ രണ്ടാമത്തെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ ഹിജറ പോകണം, പാകിസ്ഥാനിലേക്ക് പോകണം എന്നതാണ്. പക്ഷേ ഇപ്പോൾ പാകിസ്ഥാനെ അവിടെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇനിയും പാകിസ്ഥാനിലേക്ക് പോകാൻ പറ്റില്ലല്ലോ. അവർ ഓൾറെഡി പാകിസ്ഥാനിലാണല്ലോ. അപ്പോൾ പിന്നെ അവരെന്ത് ചെയ്യും? അപ്പോൾ പിന്നെ അവിടെയുള്ള ആളുകൾ നിയമം നടപ്പിലാക്കാൻ സാധിക്കുന്ന ആളുകളായിട്ട് മാറുന്നു. ഒരു കൂട്ടം ആളുകളായി അങ്ങ് മാറുക. അവരങ്ങ് തീരുമാനിക്കും, ഞങ്ങളാണ് ഇനി മതം നടപ്പിലാക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് അവർക്കൊരു നേതാവ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ അങ്ങ് ഇറങ്ങിത്തിരിക്കും. അങ്ങനെയാണ് അവർ എവിടെയാണോ വസിക്കുന്നത് അവിടെ തന്നെ ഇസ്ലാമിക നിയമം നടപ്പിലാക്കാൻ പറ്റുന്ന വിജിലാൻറ്റീസ് ആയിട്ട് മാറുന്നത്. അങ്ങനെ വിജിലാൻറ്റീസ് ആയിട്ട് മാറുന്ന ആളുകൾക്ക് നിയമം നടപ്പിലാക്കാനുള്ള അവകാശവും ഇസ്ലാം വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് പച്ചയ്ക്ക് പഠിപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ് നമ്മളുടെ മൗദൂദി സാഹിബ്. പുള്ളി പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളുടെ നാട്ടിൽ ഇവിടെ പാനായിക്കുളം മറ്റേ സമ്മേളനമൊക്കെ നടത്തിയിട്ട് ഇവിടെ വലിയ കോളിളക്കം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ആ ഒരു തീവ്രവാദ ഗൂഢാലോചനയെക്കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അവിടെ അവർ തീരുമാനിക്കുകയാണ്, നിങ്ങൾ ജീവിക്കുന്ന സ്ഥലത്ത് ഒരു കൂട്ടം ആളുകൾക്ക് കൂടി ചേർന്ന് തീരുമാനിക്കാം നിങ്ങളുടെ ഖലീഫ ആരാണ് എന്ന് അവിടെ നിങ്ങൾക്ക് തീരുമാനിക്കാം. അതിന് രാജ്യ അതിർത്തിയുടെ ആവശ്യമില്ല, ഒരു വാർഡിൻ്റെ വലിപ്പം മതി എന്നതാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. ആ വാർഡില്ല, ഇനി അത് പോട്ടെ, ഒരു പറമ്പ് മതി. ആ പറമ്പിൽ ഒരു 10 ആൾ കൂടിയാൽ അവർക്ക് തീരുമാനിക്കാം ആ പറമ്പ് ഒരു ഇസ്ലാമിക രാജ്യമാണ് എന്ന്. എന്നിട്ട് അവർക്ക് കാര്യം നിയമം നടപ്പിലാക്കാൻ പറ്റുന്ന തരത്തിലേക്ക് കൊണ്ടുപോകും. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചോദ്യം ഇവിടെ ചോദിച്ചു, ഒരു റീൽസായിട്ട് ഇവിടെ ഇട്ടപ്പോൾ വലിയ തോതിൽ അതിൻ്റെ താഴെ വന്നിട്ട് നമ്മളുടെ കാക്കാമാർ കമൻ്റ് ഇടുന്നുണ്ട്. എന്താണത്? അതായത് ഇസ്ലാമിലെ നിയമങ്ങൾ എന്ന് പറയുന്നത് അത് രാജ്യത്തിന് വേണ്ടിയിട്ടുള്ളതല്ല, അത് വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് ആണ് അതിൽ കമൻറ്റ്. അതുകൊണ്ടാണ് ഇസ്ലാമിക രാജ്യം നിങ്ങൾക്ക് കാണാൻ കഴിയാത്തത്. അതായത് ഈ ലോകത്ത് പൂർണ്ണമായിട്ടും ഇസ്ലാമിക നിയമം നടപ്പിലാക്കി അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ആ ആളുകൾക്ക് ശാന്തിയും സമാധാനവും ഉണ്ട് എന്ന് ഉറപ്പാക്കാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു ഇസ്ലാമിക രാജ്യത്തിൻ്റെ പേര് പറയാൻ പറഞ്ഞപ്പോൾ അതിന് വന്ന ഉത്തരമാണ്. കാരണം അങ്ങനെ ഒരു രാജ്യം നിങ്ങൾക്ക് എടുക്കാൻ കഴിയില്ല. എന്ന് വെച്ചാൽ ഏതെങ്കിലും നാട്ടിൽ, ഏതെങ്കിലും അങ്ങാടിയിൽ, ഏതെങ്കിലും പഞ്ചായത്തിൽ, ഏതെങ്കിലും ഒരു പറമ്പിൽ ഇസ്ലാമിക രാജ്യം നിങ്ങൾ നടപ്പിലാക്കിയാൽ ആ നാട്ടിലെ ആളുകൾക്ക് ജീവനും കൊണ്ട് ഓടേണ്ടി വരും. ഇതാണ് അവിടെ നടക്കാൻ പോകുന്നത്. ഇതാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്ഥലം കാണാൻ കഴിയില്ല. അപ്പോൾ ഇസ്ലാമിലെ നിയമം എന്ന് പറയുന്നത് അത് വ്യക്തികൾക്ക് മാത്രമല്ല, അത് സമൂഹത്തിന് ഉൾപ്പെടെയാണ്. നിങ്ങൾ തന്നെയല്ലേ പറയാറുള്ളത് ഇസ്ലാം എന്ന് പറയുന്ന ഒരു വളരെ വേ ഓഫ് ലൈഫ് ആണെന്നല്ലേ നിങ്ങൾ പറയുന്നത്. ആ വേ ഓഫ് ലൈഫ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഭരണ സംവിധാനം വരുന്നുണ്ട്. ഒരു ഇസ്ലാമിക ഭരണകൂടം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് ശരിയൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്തായിരിക്കും അവിടുത്തെ ഭരണാധികാരി ചെയ്യേണ്ടത് എന്നുള്ളതിന്, അവിടുത്തെ കുറ്റകൃത്യങ്ങൾ നടപ്പിലാക്കുന്ന കുറ്റകൃത്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് ശിക്ഷ നടപ്പിലാക്കേണ്ടത് എങ്ങനെയെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആ കുറ്റകൃത്യങ്ങൾ എന്തൊക്കെ എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് എല്ലാം എടുത്ത് നോക്കുമ്പോഴാണ് അവിടെ ഹിജാബ് ഇടാത്ത ആളുകളെ ഇതുപോലെ ശിക്ഷിക്കേണ്ടി വരുന്നത്, അവിടെ വ്യഭിചാരിയെ കല്ലെറിഞ്ഞ് കൊല്ലേണ്ടി വരുന്നത്. അങ്ങനെയുള്ള പല ഇപ്പോൾ ഹോമോസെക്ഷൽസ് ആയിട്ടുള്ള ആളുകൾ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് എടുത്ത് താഴേക്ക് ഇട്ടിട്ട് എന്നിട്ട് ചത്തില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും കല്ലെടുത്തെറിഞ്ഞ് കൊല്ലേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. അങ്ങനെ പല കാടൻ നിയമങ്ങൾ വെക്കുന്നു. ഇതിൻ്റെ കാരണം ഇതാണ്. ഇനി തിരിച്ച് റേപ്പ് എന്ന് പറയുന്നൊരു വിഷയം നിങ്ങളെടുക്കുക. ഇസ്ലാമിൽ എവിടെയാണ് റേപ്പ് എന്ന് പറയുന്നൊരു വിഷയമുള്ളത്? അവിടെ റേപ്പ്, ബലാത്സംഗം എന്ന് പറയുന്നൊരു സംഗതിയിൽ അഡൾട്ടറി ഉണ്ട്. അത് തെളിയിക്കപ്പെട്ടാൽ അതിനുള്ള ശിക്ഷ അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൽ ആരാണോ ഇര, ആ ഇരയ്ക്കും കൂടി ശിക്ഷ കിട്ടുന്ന അവസ്ഥയിലാണ് റേപ്പിൻ്റെ നിയമമൊക്കെ ഇന്നിപ്പോൾ അവിടെ ഇങ്ങനെ ഡിറൈവ് ചെയ്ത് കൊണ്ടുവച്ചിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആരും പോയിട്ട് ഞാൻ റേപ്പ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് പരാതി പറയാൻ മുതിരില്ല. ഇനി എങ്ങാനും അങ്ങനെ പോകുന്ന ആ സ്ത്രീ ഗർഭിണിയാണ് എന്നും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ 2 പേർക്കും ശിക്ഷയും കിട്ടും. ഇതാണ് ഇസ്ലാമിലെ നിയമം. ഇതാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു വ്യക്തിയുടെ മേലേക്ക് അടിച്ചേൽപ്പിക്കുന്ന നിയമം കൂടിയാണ്. ഇങ്ങനെയുള്ള എല്ലാ സംഗതികളും കൂടിയാണ് നമ്മൾ പറയുന്നത്
ഇസ്ലാമിക നിയമം അതൊരു രാജ്യത്തിൻ്റെ നിയമമായിട്ടോ അതല്ലെങ്കിൽ ഒരു പഞ്ചായത്തിൻ്റെ നിയമമായിട്ടോ അല്ലെങ്കിൽ ഒരു പറമ്പിലെ നിയമമായിട്ടോ വെച്ച് കഴിഞ്ഞാൽ ആ ജനങ്ങളുടെ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ മതനിന്ദ എന്ന് പറയുന്ന ഒരു നിയമം അത് ഉണ്ടായിക്കഴിഞ്ഞാൽ, മതനിന്ദ നടത്തി എന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ നിയമം നടപ്പിലാക്കേണ്ട ഒരു ബാധ്യത അതവിടെ വന്നു ചേരുന്നുണ്ട്. അതെന്താണ്? അത് നമ്മൾ നേരത്തെയൊക്കെ പറയാറുള്ള പോലെ, അതല്ലെങ്കിൽ 12ാം ക്ലാസ്സിലെ മദ്രസയിൽ ഇവിടെ പഠിപ്പിച്ചു എന്ന് നമ്മൾ പറയാറുള്ള ആ നിയമം, അവന് തൗബ ചെയ്ത് മടങ്ങാനുള്ള അവകാശം കൊടുക്കണം. ആര് കൊടുക്കണം? ആ നാട്ടിലെ ഭരണാധികാരി, അതല്ലെങ്കിൽ ഈ വിജിലാൻറ്റീസ്. എന്നിട്ട് അവൻ തൗബ ചെയ്ത് മടങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഉടനെ അവനെ കഴുത്ത് വെട്ടി കൊല്ലേണ്ടതാണ്. ആ ആക്ഷൻ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, നമ്മൾ ഉസ്താദ് വീഡിയോയിൽ വന്ന് പറയുന്നത് ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്, അവൻ്റെ കഴുത്ത് വെട്ടി കൊല്ലണം. അപ്പോൾ അത് മതനിയമമാണോ, അത് രാജ്യത്തിൻ്റെ നിയമമാണോ, ഭരണാധികാരിയാണോ നടത്തുന്നത്? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് നടപ്പിലാക്കിയാൽ ഈ ലോകം എന്തായിരിക്കും പിന്നെ അതിൻ്റെ അവസ്ഥ എന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി. അപ്പോൾ ഇവിടെ ഏതായാലും ഇതിലൊരു പുതുമയില്ലാതെ ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. എൻ്റെ തന്നെ ചാനലിൽ എനിക്ക് തോന്നുന്നു ഒരു 4ാമത്തെ വീഡിയോ ആണെന്ന് തോന്നുന്നു ഇതേ കാര്യത്തിൽ നമ്മൾ ചെയ്യുന്നത്. അതായത് മതനിന്ദ നടത്തിയതിൻ്റെ പേരിൽ കത്തിച്ചു കൊന്നു. ആളുടെ പേര് മാറുന്നു, അങ്ങാടി മാറുന്നു, അഡ്രസ്സ് മാറുന്നു, ഫോൺ നമ്പർ മാറുന്നു, പിൻകോഡ് മാറുന്നു. കുറ്റവും ശിക്ഷയൊക്കെ ഒന്ന് തന്നെയാണ്. മതനിന്ദ, ചുട്ടുകൊല്ലുക, തല്ലിക്കൊല്ലുക, അതുകൊണ്ട് കേട്ടോ ചെറിയൊരു മാറ്റം. ചിലവരെ തല്ലിയാണ് കൊല്ലുന്നത്, ചിലവരെ ചുട്ടാണ് കൊല്ലുന്നത്, എന്തായാലും കൊല്ലുന്നുണ്ട്. ഇതാണ് അവിടെ നടക്കുന്നത്. അപ്പം നമുക്കും ഇത് പറഞ്ഞ് മടുക്കുകയാണ്. ഇതുപോലെ ഈ വിഷയങ്ങൾ നമ്മൾ അവതരിപ്പിച്ചിട്ടും ഇത് വിശ്വാസികളുടെ ഇടയിലേക്ക് ഇത് വരുമ്പോൾ ഇത് നമ്മളെന്തോ ഉണ്ടാക്കി പറയുന്നതാണ്. ഇത് ഇങ്ങനെയൊന്നും അല്ല ഇസ്ലാം സ്വർഗ്ഗതുല്യമാണ് എന്ന് പറഞ്ഞ് വിശ്വസിച്ച് ഇങ്ങനെ മൂഢ സ്വർഗ്ഗത്തിൽ ജീവിക്കാനാണ് അവർക്ക് താല്പര്യം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതേ നമ്മുടെ മുന്നിലുള്ള വഴിയുള്ളൂ. നമ്മൾ രണ്ടും കൽപ്പിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. അവിടെ പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് ഇസ്ലാമിനെക്കുറിച്ച് മാത്രം പറയുന്നു, ഹിന്ദു മതത്തെക്കുറിച്ച് പറയുന്നില്ലല്ലോ, അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയെക്കുറിച്ച് പറയുന്നില്ലല്ലോ, ബുദ്ധമതത്തെക്കുറിച്ച് പറയുന്നില്ലല്ലോ, പിന്നെ ഏതാണ് ഷിൻഡോ മതത്തെക്കുറിച്ച് പറയുന്നില്ലല്ലോ, പിന്നെ ജിംബൂമ്പ എന്ന് പറയുന്ന മതത്തെക്കുറിച്ച് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് ചോദിച്ചിട്ട് വന്നിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ കാണിച്ചു തന്നേ ഇതുപോലെ മതനിന്ദ നടത്തി എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ബുദ്ധമത വിശ്വാസികളെല്ലാവരും കൂടി തല്ലിക്കൊന്ന ഒരു മനുഷ്യൻ്റെ ഒരു വാർത്ത നിങ്ങൾ കൊണ്ടുപോകുക. ഷിൻഡോ മതക്കാരെല്ലാവരും കൂടി മതനിന്ദ നടത്തിയെന്നും പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു ചങ്ങാതിയെ തല്ലിക്കൊന്നു. ഷിൻഡോ മത അനുയായികൾ തല്ലിക്കൊന്നു. ഷിൻഡോ മതം ഏതാണെന്നായിരിക്കും ഇപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട. അത്രയേ ഉള്ളൂ ഇതിൻ്റെയൊക്കെ കഥ. ഇതാണ് നമ്മളിവിടെ പറഞ്ഞു വെക്കുന്നത്. നിങ്ങൾക്ക് ആ മതം പോലും നിങ്ങൾക്ക് അറിയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി നിൽക്കുന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ കാരണം? ആ മതം അപ്രസക്തമായി എന്നത് തന്നെയാണ്. അപ്പോൾ എവിടെയാണ് ഇസ്ലാം പ്രസക്തമാവുന്നത്? ഇതുപോലെ കാടത്തം നിറഞ്ഞൊരു മതമായതുകൊണ്ടും അത് ജനങ്ങളുടെ ജീവിതം ഇതുപോലെ ദുസ്സഹമാക്കുന്നതുകൊണ്ടും അത് നിരന്തരം വയലൻസ് നടപ്പിലാക്കിക്കൊണ്ട് ആളുകളെ ഇതുപോലെ ബുദ്ധിമുട്ടിക്കുന്നു, അവരെ കൊന്നു തള്ളുന്ന മതമായതുകൊണ്ടും ആണ്. നമുക്ക് ഒരുപാട് വിഷയങ്ങൾ ഇതിൽ അഡ്രസ്സ് ചെയ്യാനുണ്ട്. ഇന്ന് നമുക്ക് ഒരു അസൗകര്യം നേരിട്ടതുകൊണ്ട് ഞാൻ 2 ചുരുക്കുകയാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് പറയാം. ഹിജാബ് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ വേറെ വരാനുണ്ട്. അതുപോലെ പല വിഷയങ്ങളുണ്ട്. അപ്പോൾ ഈ ചിത്രങ്ങൾ നിങ്ങൾ മനസ്സിലൊന്ന് ആണിയടിച്ച് അവിടെ വെച്ചേക്കുക. കാരണം ഇത് നിരന്തരം സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. വീഡിയോ ഇതാണ്. നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്വിറ്ററിൽ ഇതവിടെ പറന്ന് കിടക്കുന്നുണ്ട്. നമുക്കിവിടെ ഈ യൂട്യൂബിലും അതുപോലെയുള്ള ഈ മേഖലയിലൊന്നും അത് നമുക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. വിഷ്വലൈസ് ചെയ്യാൻ, അത് ഇവിടെ പ്ലേ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പ്ലേ ചെയ്യുന്നില്ല. ആ മനുഷ്യൻ്റെ ശരീരം അവിടെ കിടന്ന് കത്തുന്ന ചിത്രമാണ് ആ കാണുന്നത്. നടു റോഡിൽ കിടന്ന് കത്തുന്ന ചിത്രം. അതാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി ജസ്റ്റ് അവിടെ നിന്ന് വെച്ചിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ നടന്നത്. അതായത് നടു റോട്ടിൽ വന്നിട്ട് ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് പറയുന്നു. ആളുടെ പേര് സുലൈമാൻ ഖാൻ എന്നാണ് പേര്. പാകിസ്ഥാനിലെ സിയാൽകോട്ട് സിറ്റി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഇദ്ദേഹത്തിൻ്റെ വരവ്. അതുപോലെ സ്വാത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. പോലീസ് സ്റ്റേഷനിലേക്ക് കയറ്റി രക്ഷിക്കാൻ നോക്കി. റൂൾ ഓഫ് ലോ അവിടെ ഉണ്ട്. പക്ഷേ നമ്മളുടെ ആൾക്കൂട്ടം അത് കയ്യിലെടുക്കുന്നു. മോബ് pelted stones at the police station and tortured the accused before taking him outside and burning him at a nearby bridge. ഇതാണ് അവിടെ നമ്മൾ കാണുന്നത്. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലൊന്ന് ഉണ്ടാവുക എന്താണ് എന്നുള്ളത്. അതായത് ഈ ബ്ലാസ്ഫമി നിയമം ഏത് വരെ എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരാളോട് പക വീട്ടണമെന്നുണ്ടെങ്കിൽ പാകിസ്ഥാനിലേക്ക് ഒന്ന് പറഞ്ഞു വിട്ടിട്ട് അവൻ മതനിന്ദകനാണ് എന്നും കൂടി ഒന്ന് പറഞ്ഞു വിട്ടാൽ മതി. അവനെ പിന്നെ ജീവനോടെ നിങ്ങൾക്ക് തിരിച്ചു കാണാൻ കിട്ടില്ല. അവിടെ കൊന്ന് തീർത്തിരിക്കും. ഇത് വളരെ ഇത്രയ്ക്കും ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള മറ്റൊരു സ്ഥലം വേറെ ഇല്ല എന്നുകൂടിയാണ് ഇവിടെ പറഞ്ഞു വെക്കാനുള്ളത്. അപ്പോൾ മതനിന്ദ അത് ഒരു വലിയ പ്രശ്നമാണ്. അത് സംബന്ധിച്ചുള്ള നിയമങ്ങൾ നമ്മൾ പരിഷ്കരിക്കേണ്ടതുണ്ട് എന്ന് നമ്മളെപ്പോഴും പറയുന്നത് അതുകൊണ്ടാണ്. ഇന്ത്യയിലുണ്ട് ഇത്തരത്തിലുള്ള നിയമങ്ങൾ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം
വാർത്തയിൽ നമ്മൾ കണ്ടു. രാമായണത്തിനെ കുറിച്ചിട്ടുള്ള ഒരു പശ്ചാത്തലത്തിൽ നടത്തിയ ഒരു കോളേജിലെ ഒരു പരിപാടിക്കിടയിൽ അവിടെ സീതയും ലക്ഷ്മണനെയും ഒക്കെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഏതാണ്ട് ലക്ഷക്കണക്കിന് രൂപയാണ് പിഴയായിട്ട് കുട്ടികൾക്ക് അവിടെ ചുമത്തിയിരിക്കുന്നത് എന്നറിയാൻ കഴിയുന്നു. അപ്പോൾ ഇന്ത്യയിലും ഈ നിയമം അവിടെ ഉണ്ട്. മതനിന്ദ നടത്തിയാലുള്ള നിയമം 295A 153A എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല പല വകുപ്പുകൾ ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കപ്പെടാറുണ്ട്. അപ്പോൾ ഇത് പാടില്ല. ഇപ്പോൾ ടോമി സെബാസ്റ്റ്യനെതിരെയും പല ആളുകളും കേസുമായിട്ട് വന്നു എന്നൊക്കെ പറയുന്നത് ഇതേ നിയമം ഉപയോഗിച്ച് തന്നെയാണ്. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്, ഇന്ത്യയും ഈ ഒരു നിലയിലേക്ക് പോയാൽ, ഒരു ഹിന്ദു താലിബാൻ ആകുന്ന തലത്തിലേക്ക് നമ്മൾ പോയാൽ അത് വലിയ പ്രശ്നമാണ്. നമ്മളെപ്പോഴും പറയാറുള്ള കാര്യം, ഇന്ത്യയിൽ മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒഴിവായി കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യമാണ് മതനിന്ദാ നിയമം റദ്ദാക്കുക. ഏത് മതത്തെയും അങ്ങോട്ടും ഇങ്ങോട്ടും ചറവറാന്ന് നമുക്ക് ബ്ലാസ്ഫമി നടത്താനുള്ളൊരു അവകാശം ഉണ്ടാക്കിയാൽ എല്ലാ മതത്തിൻ്റെയും മൊന ഒടിയും എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. മാത്രമല്ല, ഈ മതം ചർച്ചയാക്കുന്ന പരിപാടി പോലും തീരും. ഇതാണ് നമുക്ക് പറഞ്ഞു വെക്കാനുള്ളത്. ഇതല്ല സംഭവിക്കുന്നത്. ചില മതങ്ങൾക്കൊരു അപ്രമാദിത്യം, ചില മതങ്ങൾക്ക് നിങ്ങൾക്ക് കണ്ണുമൂക്കില്ലാതെ റിഡിക്യൂൾ ചെയ്യാം എന്നൊരു അവസ്ഥ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് അൺബാലൻസ്ഡ് ആയിട്ട് വരികയും ഒരു മതത്തിന് നേരെയുള്ള വിമർശനങ്ങൾ വളരെ വല്ലാതെ കൂടുന്ന ഒരവസ്ഥ ഉണ്ടായാൽ തിരിച്ച് ഇങ്ങോട്ടും അതിനെക്കുറിച്ചുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത വർദ്ധിക്കും. ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഒന്ന് സാന്ദർഭികമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. മതനിന്ദാ നിയമങ്ങൾ റദ്ദാക്കപ്പെടണം. ലോകത്തെല്ലായിടത്തും തന്നെ അതിനു വേണ്ടിയിട്ടുള്ള ശബ്ദം ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. നമ്മളും അതിനു വേണ്ടിയിട്ടുള്ള ശബ്ദം ഉയർത്തുന്ന ഒരു കൂട്ടം ആളുകൾ തന്നെയായി മാറണം എന്നാണ് അവിടെ ഒന്ന് സാന്ദർഭികമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത്. ഇനി രണ്ടാമത്തെ നമ്മളുടെ പ്രധാനപ്പെട്ട ഇതിലെ തംബ്നെയിൽ കൊടുത്തിട്ടുള്ള വാർത്ത എന്ന് പറയുന്നത്, മക്കയിൽ ഹജ്ജിന് പോയിട്ടുള്ള ആളുകൾ, അതിൽ പെട്ട ഏതാനും 1000-ൽ അധികമെന്ന് നമുക്ക് പറയാം. കാരണം ആദ്യത്തെ ദിവസം 100 പേര് മരിച്ചു, 500 പേര് മരിച്ചു എന്നൊക്കെയാണ് ആദ്യം വന്ന വാർത്ത. പക്ഷേ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് 1000-ലധികം ആളുകൾ മരിച്ചതല്ല, അള്ളാഹു കൊന്നു എന്നാണ് പറയാൻ കഴിയുന്നത്. ഈ ഒരു വാർത്ത സത്യത്തിൽ ഇത് മാത്രമല്ല, ഇതിനു മുന്നേയും നമ്മളൊക്കെ വിശ്വാസിയായിട്ടിരുന്ന സമയത്തും ഈ മക്കയിലുണ്ടാകുന്ന അപകടങ്ങൾ, ഇപ്പോൾ ക്രെയിൻ പൊട്ടി വീണിട്ട് ഉണ്ടായിട്ടുള്ള അപകടം, അതുപോലെ വലിയ മഴ പെയ്ത് അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള പ്രശ്നം, ചവിട്ടിക്കൂട്ടുണ്ടായിട്ടുള്ള പ്രശ്നം, അഗ്നിബാധ ഉണ്ടായിട്ടുള്ള വിഷയങ്ങൾ, അങ്ങനെയൊക്കെ ആളുകൾ മരിക്കുകയും ഒക്കെ സംഭവിക്കുന്ന സമയത്ത് ഞാൻ അന്നും വിശ്വാസിയായിരിക്കുന്ന സമയത്തും ആലോചിച്ചു പോയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഹജ്ജ് എന്ന് പറയുന്ന ഒരു സംഗതി അത്രയും പവിത്രമാക്കപ്പെട്ട, അല്ലെങ്കിൽ ഏറ്റവും മുന്തിയ, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിലെ ഏറ്റവും പരിപാവനമായ ദേവാലയം എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. അതാണ് മക്കയിലെ ഈ ഹറം മസ്ജിദ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടേ ബാക്കി പള്ളിയൊക്കെ വരുള്ളൂ. ആ പള്ളിയിൽ അവിടെ നിസ്കരിക്കാൻ പോകുന്ന ആൾക്ക് പോലും ഇതാണ് അവസ്ഥ എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും പിന്നെ ബാക്കിയുള്ള ആളുകളുടെ അവസ്ഥ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക എന്ന് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. അപ്പോൾ അള്ളാഹു ശരിക്കും എന്തെങ്കിലുമൊക്കെ കഴിവുള്ള ഒരാളാണോ എന്ന് മനസ്സിലൊരു സംശയം ഉണ്ടാക്കാൻ പാകത്തിനുള്ളൊരു സംഭവമായിരുന്നു ഇത്. ഇതിനോടൊപ്പമാണ് നമ്മളുടെ ഈ മക്ക ക്ലോക്ക് ടവർ, ആ സാധനം അവിടെ പണി കഴിച്ച് നിന്ന സമയത്ത് ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവും. ഒരു ഇടിമിന്നൽ അതിങ്ങനെ ആ ക്ലോക്ക് ടവറിലെ ലൈറ്റ്നിങ് അറസ്റ്ററിലേക്ക് ഇങ്ങനെ വന്ന് ഇങ്ങനെ വീഴുക, അതിങ്ങനെ ഫോട്ടോ ആയിട്ട് പ്രചരിച്ചതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതും കൂടി കാണാനിടയായപ്പോൾ എൻ്റെ വിശ്വാസം തൂഫാനായി എന്ന് പറയുന്നതായിരിക്കും ശരി. കാരണം അവിടെ ഞാൻ ആലോചിക്കുകയാണ്, ആ പള്ളി ഇത്രയും വലിയ ഘോരഘോരം പ്രാർത്ഥനകൾ മുഴങ്ങുന്ന ഒരു പള്ളി, അവിടെ മറ്റൊരു തരത്തിലുള്ള ഒരു സുരക്ഷാ കവചത്തിൻ്റെയും ആവശ്യമുണ്ടോ ഇതുപോലെ ഒരു പള്ളിയിൽ? കാരണം ഇത്രമാത്രം പ്രാർത്ഥന, ഈ പ്രാർത്ഥനയുടെയൊക്കെ ഫലത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടണമെന്നുണ്ടെങ്കിൽ പാകിസ്ഥാനിൽ തന്നെ വന്നിട്ടുള്ള മറ്റൊരു വാർത്ത നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു വലിയ ഒരു അഗ്നിബാധ നടക്കുകയാണ് ഒരു സമുച്ചയത്തിൽ. അങ്ങനെ അവിടെ തീ ഇങ്ങനെ ആളി കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സാധാരണ നാട്ടുകാരെന്താ ചെയ്യൽ? കൈ കിട്ടുന്ന പാത്രം, ബക്കറ്റോ പാട്ടയോ എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് കോരി വെള്ളമോ മണ്ണോ ഒക്കെ എടുത്ത് അതിലേക്ക് ഒഴിച്ച് എങ്ങനെയെങ്കിലും ആ തീ കെടുത്താനാണ് നമ്മൾ നോക്കുക. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത് എന്താണ്? ഫയർ എഞ്ചിനെ വിളിച്ച് വരുത്തുന്നു. നാട്ടുകാരവിടെ തീ കെടുത്താൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഫയർ എഞ്ചിൻ വിളിച്ച് വന്നപ്പോൾ ഫയർ എഞ്ചിനിൽ നിന്നുള്ള ആളുകൾ ഓടി വന്നിട്ട് അവർ നേരെ കൈ കെട്ടിയ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പടച്ചോനെ തീ കെടുത്തണേ, പടച്ചോനെ തീ കെടുത്തണേ എന്ന് പറഞ്ഞ പ്രാർത്ഥനയാണ്. വെള്ളം ഒഴിക്കുന്നതിന് വരെ അവർ ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ് ഈ കാണുന്നത്. ഇതാണ് അവിടെ നടക്കുന്നത്. ഇതിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് ഈ പ്രാർത്ഥനയിൽ അന്ധമായി വിശ്വസിക്കുക എന്ന് വന്നു കഴിഞ്ഞാൽ, പ്രാർത്ഥനയിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു അന്ധവിശ്വാസമാണ്. എന്നാൽ തന്നെ അതിൽ തന്നെ അന്ധമായിട്ട് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. സാധാരണ വിശ്വാസികളൊക്കെ കുറച്ചൊക്കെ പ്രായോഗികത കാണിക്കും.
പ്രാർത്ഥിച്ചിട്ട് ആരും ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിർത്തി ചാടാനൊന്നും പോകുന്നില്ല, എത്ര വലിയ മൊല്ലാക്കയാണെങ്കിലും ശരി. കാരണം ചാടിയ വിവരം അറിയുന്ന അയാൾക്കറിയാം അത് പ്രായോഗികമായിട്ട് ശരിയല്ല എന്നറിയാം. പിന്നെ അല്ലാതെ തന്നെ പറയേണ്ടത്, നിങ്ങൾ ഒട്ടകത്തെ കെട്ടിയിട്ടിട്ട് വേണം ഒട്ടകത്തെ രക്ഷിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ടതെന്ന് പറയും. ഒട്ടകത്തെ കെട്ടിയിട്ടാൽ പിന്നെ എന്തിനാ രക്ഷിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്? കെട്ടിയിട്ടാൽ അവിടെ ഉണ്ടാവും. കയറുകൊണ്ട് കെട്ടിയിട്ടില്ലെങ്കിൽ ഒട്ടകത്തിൻ്റെ പാട്ടിന് പോകും. ഇത് വേറെ വിഷയമാണ്. എന്നാലും എപ്പോഴും ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്ന് മാത്രമല്ല, ഏത് മതത്തിൻ്റെ പ്രാർത്ഥനകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ ദൈവം താൻ പാതി ദൈവം പാതി എന്നൊക്കെ പറയുന്ന ഒരു സാധനം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് ഇസ്ലാമിലും ബാധകമാണ്. എന്നാൽ ചില ആളുകൾക്ക് അതുണ്ടാവില്ല. താൻ പാതി വേണ്ട, അത് ദൈവം തന്നെ എല്ലാം നോക്കണമല്ലോ. അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ എന്തിനാ, ഇപ്പോൾ ഞാൻ പകുതി ചെയ്യാനാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇപ്പോൾ പടച്ചവൻ്റെ പകുതിയുടെ ആവശ്യം എന്താണ്, ബാക്കിയും കൂടി എനിക്ക് ചെയ്തുകൂടെ എന്ന് ചിന്തിക്കുന്ന ആളുകളും ഉണ്ടാവുമല്ലോ. അങ്ങനെ വരുന്ന സമയത്താണ് ഇതുപോലെയുള്ള നമ്മളുടെ മനസ്സിൽ കിടക്കുന്നത്. ഞാൻ ഈ വാർത്ത കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല. ഇതിലിപ്പോൾ എന്താ, ഹജ്ജിന് പോകുന്നു, 1000 പേര് മരിക്കുന്നു. കാരണം എന്താണ്, അവിടെ വലിയ ടെമ്പറേച്ചർ, അവിടെ ഒരു ഹീറ്റ് വേവ് അവിടെ ഉണ്ടായി. 52 ഡിഗ്രി സെൽഷ്യസ്. എന്തായിരിക്കും ആ ചൂട്? വെള്ളം തിളയ്ക്കേണ്ട ആ താപനിലയുടെ ഏതാണ്ട് പകുതി ചൂട് നിങ്ങൾക്ക് ആലോചിക്കും. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വേനൽ ഇപ്പോൾ കഴിഞ്ഞേ ഉള്ളൂ. എന്തായിരുന്നു ഇവിടുത്തെ ചൂട് എന്ന് നിങ്ങൾക്കറിയാം. 40 ഡിഗ്രിയൊക്കെ ചില സ്ഥലങ്ങളിൽ വന്നു എന്ന് പറയുന്നു. ഇപ്പം ഡൽഹിയിൽ, അതുപോലെ നോർത്തിൽ പല സ്ഥലങ്ങളിലും ഇതുപോലെ വലിയ ചൂട് രേഖപ്പെടുത്തിയെന്ന് നിങ്ങൾക്കറിയാം. ആളുകൾ പൊരിയായിരുന്നു ആ ഒരു വലിയൊരു താപനില സഹിക്കാൻ കഴിയാതെ. അതിൻ്റെ ഇടയിലാണ് ഇവിടെ ഹജ്ജ് ഇവിടെ നടക്കുന്നത്. ആ ഒരു സമയത്ത് എന്തായിരിക്കും ഒരു ഹീറ്റ് വേവിൻ്റെ ഇടയിൽ സംഭവിക്കുക? അതോടൊപ്പം ആളുകൾ തിങ്ങിക്കൂടുന്ന സമയം. അങ്ങനെ ഇനിയും അതിനേക്കാളുപരി സാധാരണ നമ്മൾ പറയാറുണ്ട് ഇതുപോലുള്ള മതപരമായിട്ടുള്ള ചടങ്ങുകൾ, പ്രത്യേകിച്ച് ഇപ്പോൾ നോമ്പിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോഴും നമ്മൾ സൂചിപ്പിക്കാറുള്ള ഒരു കാര്യമാണ്. ഏറ്റവും കൂടുതൽ നോമ്പ് ബാധിക്കുക, ആരോഗ്യത്തെ ബാധിക്കുന്ന നിലയിലേക്ക് അത് വരുന്നത് ആർക്കാണ്? അത് ചെറിയ കുട്ടികൾക്കും പ്രായമായ ആളുകൾക്കുമാണ് ഏറ്റവും കൂടുതൽ ദോഷം ഉണ്ടാക്കുക നമ്മൾ പറയാറുണ്ട്. കാരണം അത് ആ 2 ഏജ് എന്ന് പറയുന്നത് വളരെയധികം വൾനറബിൾ ആയിട്ടുള്ള ഒരു ടൈമാണ്. നമ്മുടെ ആരോഗ്യം, ഒന്ന് ആരോഗ്യ പൂർണ്ണതയിലെത്താത്ത ഒരു ഘട്ടം, 2 ആരോഗ്യം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നൊരു ഘട്ടം. ഈ 2ലും നമുക്ക് ഓപ്റ്റിമലായിട്ടുള്ള പെർഫോമൻസ് ഉണ്ടാവില്ല. അതുകൊണ്ടാണല്ലോ നമ്മളിപ്പോൾ ക്രിക്കറ്റ് കളിക്കാരെയോ ഫുട്ബോൾ കളിക്കാരെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവരുടെ യൗവനത്തിലാണ് ഉണ്ടാവുക. അത് തന്നെ 10-35 വയസ്സാകുമ്പോഴേക്കും അവരൊക്കെ റിട്ടയർ ആവുന്നത് നിങ്ങൾക്ക് കാണാം. അതിനപ്പുറത്തേക്ക് നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല. ആ പെർഫോമൻസ് നിലനിർത്താൻ വലിയ പാടാണ്. അങ്ങനെയുള്ള സമയത്താണ് അത്രയ്ക്കൊന്നും വലിയ അധ്വാനമൊന്നും വേണ്ട എന്നൊക്കെ നമുക്ക് തോന്നുമെങ്കിലും ഇതുപോലെയുള്ള ചില വിഷയങ്ങളൊക്കെ വരുന്നത്. ഈ ഹജ്ജിൻ്റെ ഇടയിൽ നടക്കുന്ന ഉന്തും തള്ളും അതുപോലെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾ ഒന്ന് ചിത്രങ്ങളൊക്കെ കണ്ടു കാണും, അവിടെ എന്താ നടക്കണേന്നുള്ളത്. ആ സമയത്തെക്കുറിച്ച് മറ്റൊരു കാര്യം കൂടി നമ്മൾ പറയാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു വന്നതിൻ്റെ വേറൊരു വശമാണ്. അതായത് ലോകത്ത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പരിപാവനമായ ദേവാലയമാണ് എന്ന് പറയുമ്പോൾ അവിടെ ഇത്തരത്തിലുള്ള അപകടങ്ങൾ, അതല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ രക്ഷ, അതായത് അള്ളാഹു ഇപ്പോൾ ഭൂമിയിലേക്ക് രക്ഷ ഇറക്കാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു പ്രയോറിറ്റി ലിസ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 100 പള്ളികൾ നിന്ന് കത്തുകയാണെന്ന് വിചാരിക്കുക. കാക്കാമാർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരാണ് എന്താണ് ഈ പ്രയോറിറ്റി എന്നുള്ളത്. 100 പള്ളികൾ നിന്ന് കത്തുകയാണ് നമ്മളുടെ ഈ ലോകത്തെന്ന് വിചാരിക്കുക. ഒന്ന് നമ്മളുടെ പച്ചാളത്തൊരു പള്ളി, പിന്നെ അപ്പുറത്ത് കച്ചേരിപ്പടിയിലൊരു പള്ളി, പിന്നെ നമ്മളുടെ വളപട്ടണം പള്ളി, അങ്ങനെ ഒരു 5-10 പള്ളി കേരളത്തിൽ തന്നെ എടുക്കുക. പിന്നെ അങ്ങ് ചൈനയിലൊരു പള്ളി, പിന്നെ നമ്മൾ ബാബറി പള്ളി പൊളിച്ചു പോയി, അത് വേറെ കാര്യം, ഇനി അത് തന്നെ കത്തിയെന്ന് വിചാരിക്കുക. അങ്ങനെ കുറേ പള്ളികൾ എടുക്കുന്നു. അതിലൊരു പള്ളിയാണ് ഈ മസ്ജിദുൽ ഹറം എന്നും കൂടി നിങ്ങൾ വിചാരിക്കുക. അപ്പോൾ അള്ളാഹു തീരുമാനിക്കുകയാണ്, ഓക്കെ 100 പള്ളി കത്തുന്നുണ്ട്, നമുക്ക് ഈ പള്ളികളിലെ തീയൊക്കെ ഒന്ന് അണച്ചു കൊടുക്കണം. അള്ളാഹു ഏത് പള്ളിയിലെ തീയാണ് ആദ്യം കെടുത്താൻ വേണ്ടി മുന്നോട്ട് വരിക? പച്ചാളത്തെ പള്ളിയാണോ, വളപട്ടണത്തെ പള്ളിയാണോ, ഭീമാ പള്ളിയാണോ, അതല്ല ഇനിയിപ്പോൾ ബാബറി പള്ളിയാണോ ആദ്യം കെടുത്താൻ വേണ്ടി നോക്കുക? അല്ല, പടച്ചോൻ ആദ്യം കെടുത്താൻ നോക്കേണ്ടത് അത് മസ്ജിദുൽ ഹറമാണ്. കാരണം എന്താണ്? അള്ളാഹു തന്നെ പറഞ്ഞു വെച്ചിരിക്കുന്ന സാധനമാണ്. നിങ്ങൾക്ക് ഏറ്റവും ശ്രേഷ്ഠമായ അള്ളാഹുവിൻ്റെ ഭവനങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എണ്ണീട്ടുള്ള 3-4 പള്ളിയുള്ളതിൽ ഒന്ന് ഇത് തന്നെയാണ്. മസ്ജിദുൽ ഹറം, മസ്ജിദുൽ നബവി, പിന്നെ നമ്മളുടെ ജെറൂസലം അവിടെയുള്ള പള്ളി മസ്ജിദുൽ അക്സ. ഇതുപോലുള്ള സാധനമാണ് അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ള വളപട്ടണവും മറ്റേ പച്ചാളമൊക്കെ വരുള്ളൂ എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ എടുത്ത് പറയുന്നത്, ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് വിരൽ ചൂണ്ടുന്നത് എങ്ങോട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പടച്ചോനില്ല എന്നുള്ളതിലേക്ക് തന്നെയാണ്. ഇത് സ്വാഭാവികമായിട്ട് ആളുകൾ തിങ്ങിക്കൂടുന്ന സ്ഥലങ്ങളിൽ ഇങ്ങനെ ഈ ഹീറ്റ് വേവ് നോക്കാതെ കണക്കിലെടുക്കാതെയൊക്കെ ഓരോന്ന് ചെയ്യാൻ ഇറങ്ങി തിരിച്ചാൽ ഉണ്ടാകുന്ന കാര്യമാണ്. ഇപ്പോൾ നമ്മളുടെ ഒരു സുഹൃത്തുക്കൾ കുറച്ച് പേര് ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്, ഈ സയൻസ് സഫാരി എന്ന് പറഞ്ഞിട്ട്. അവർ ഒരു പരിപാടി നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നു. അങ്ങനെ തീരുമാനിച്ച സമയത്താണ് കേരളത്തിലടക്കം ഈ ഹീറ്റ് വേവ് ഒരു വിഷയമായപ്പോൾ ഗവൺമെൻറ് ഓർഡർ ഇടുകയാണ് ചെയ്തത്. ഇപ്പോൾ അത് നടത്താൻ പാടില്ല. ഇത് നടത്തിയാൽ അത് കുട്ടികളൊക്കെ ഇതുപോലെ വരുന്ന സമയം, ഒരുപാട് ആളുകൾ വരുന്ന ഒരു ഘട്ടമാകുമ്പോൾ സ്വാഭാവികമായിട്ട് അത് അപകടം ഉണ്ടാക്കും. അതിനുള്ള സാധ്യതയുള്ളതുകൊണ്ട് നിങ്ങൾ
അത് ഇപ്പം നടത്തരുത് എന്ന് പൊതുവായിട്ടുള്ളൊരു അറിയിപ്പ് കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആ പരിപാടി അവരവിടെ മാറ്റി വെക്കണം. ഞാൻ അതിനകത്തൊരു വിഷയം അവതരിപ്പിക്കണമെന്ന് വിചാരിച്ച് പോകാനിരുന്ന ആളാണ്, ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. എന്നിട്ട് പിന്നീട് മറ്റൊരു ദിവസത്തിൽ അത് നടത്തേണ്ടതായിട്ട് വന്നു. കണ്ണൂരാണ് പരിപാടി നടന്നത്. അപ്പോൾ അവിടെ എന്താ നമ്മൾ സംഭവിച്ചത്? അതായത് നമ്മുടെ നാട്ടിൽ നമ്മൾ ജീവിക്കുന്ന സമയത്ത് നമ്മളുടെ അറ്റ്മോസ്ഫിയറിക്കൽ ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് അടക്കമുള്ള വിഷയങ്ങൾ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെ അതിനെ വിലയിരുത്തിയിട്ട് അതുകൊണ്ട് ഉണ്ടാകാൻ സാധ്യതയുള്ള ആ പ്രശ്നത്തെ നമ്മൾ മുന്നേ അറിഞ്ഞ് അല്ലെങ്കിൽ അറിയാൻ ശ്രമിച്ചിട്ട് നമ്മൾ എന്താ അവിടെ ചെയ്യുന്നത്? ഒരു അപകടം അത് തടയാൻ നമ്മൾ ശ്രമിക്കുകയാണ് ചെയ്തത്. നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാണ് അവിടെ നടത്തിയാൽ അത് പ്രശ്നം ഉണ്ടാകും, അവിടെ ആളുകൾ മരിച്ചു വീണ് വരെ അപകടം സംഭവിക്കാം, ഹീറ്റ് സ്ട്രോക്ക് ഉണ്ടാകാം എന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? ഈ പള്ളിയിൽ ഇവിടെ നിങ്ങൾ മുന്നിൽ പിടിക്കേണ്ടത് എന്താണ്? അത് നിങ്ങളുടെ വിശ്വാസമാണ് എന്ന് പറഞ്ഞു വെക്കുന്നു. എന്നിട്ട് അതിൻ്റെ പേരിൽ നിങ്ങൾ ഇതുപോലുള്ള ഹീറ്റ് സ്ട്രോക്ക് അതുണ്ടാകാനുള്ള സാധ്യതയോ ഇതുപോലെയുള്ള ഹീറ്റ് വേവോ ഇതൊന്നും കണക്കിലെടുക്കാതെ നിങ്ങൾ ചെയ്യണടാ, ഞാനുണ്ട് ഇവിടെ, ധൈര്യമായിട്ട് പോന്നോ എന്ന് പഠിച്ചോൻ അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നു എന്നും പറഞ്ഞിട്ടാണ് നാട്ടുകാരവിടെ കയറി ചെന്നത്. എന്നിട്ട് ഇപ്പം എന്താ ഉണ്ടായത്? 1000 എണ്ണത്തിന് അള്ളാഹു എന്നെ കൊന്നു തള്ളി എന്ന് പറയുന്നതാണ് ശരി. ഇതല്ലേ അവിടെ ഉണ്ടായത്? അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇത് സൂചിപ്പിക്കുന്നത്? ഈ മതം ഉണ്ടാക്കി വെക്കുന്ന പൊല്ലാപ്പുകൾ, ഇത് വെറുതെ ജീവിക്കേണ്ട ആളുകളാണ്. ആ 1000 പേരെയാണ് ഇവിടെ പിടിച്ച് കൊന്നിരിക്കുന്നത്. ഇതിനാരാ ഉത്തരവാദി? ഇതിൻ്റെ ഉത്തരവാദി എന്ന് പറയുന്നത് അള്ളാഹുവാണ്. കാരണം ഇതിനെതിരെ ഒരു നിയമം വെച്ചുകൊണ്ട് ഇത് തടയാൻ സാധിക്കുന്നില്ല. പക്ഷേ ഞാൻ ഇവിടെ മുന്നിൽ കാണുന്നൊരു കാര്യം എന്ന് പറയുന്നത്, കോവിഡിൻ്റെ സമയത്ത് ഈ ഹജ്ജ് ഇവിടെ ഒഴിവാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ഹജ്ജ് നടന്നിട്ടില്ല. ഏതാണ്ട് 5-10 ആളും കണ്ടു പോയിട്ട് അതിൻ്റെ ചുറ്റിനൊക്കെ നടന്നു എന്നൊക്കെ പറയുന്നത്. അതവിടെ തുടയ്ക്കാൻ വന്ന ആൾ ആരും കാണാതെ ഹജ്ജ് പോലെയൊക്കെ അഭിനയിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. പോട്ടെ, എന്തെങ്കിലുമൊക്കെ ചെയ്തല്ലോ. പക്ഷേ ഇവിടുന്ന് ഒരാൾക്കും പോകേണ്ടി വന്നിട്ടില്ല. ഞാൻ അന്ന് സത്യം പറഞ്ഞ ആ സമയത്ത് ഞാൻ ഹജ്ജിന് പോകാനിരുന്ന ആളാണ് എന്നും കൂടി ഒന്ന് ആലോചിച്ച് നോക്കുക. കഷ്ടിച്ചാണ് ഞാൻ രക്ഷപ്പെട്ടത്. കോവിഡ് വന്നില്ലായിരുന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാൻ ഹജ്ജൊക്കെ ചെയ്തിരിക്കുന്ന ഒരു നല്ല കാക്കാനായിട്ടിരിക്കേണ്ട ഒരാളാണ് എന്നുകൂടിയാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഹജ്ജ് അന്ന് ആ ഒരു വിഷയം വന്ന സമയത്താണ് എനിക്ക് വെളിവ് വീഴുന്നത്. അതല്ലെങ്കിൽ ഇത് ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് എൻ്റെ വീട്ടുകാരോടൊപ്പം ഹജ്ജിന് പോകാൻ വേണ്ടി അപ്ലൈ ചെയ്ത് അതിനുള്ള സാധനമൊക്കെ വന്നിരിക്കുന്ന സമയത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത്. 2019 അങ്ങനെ ഒരു വിഷയം അവിടെ ഉണ്ടായി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കാം. ഇത് നമ്മൾ സൂചിപ്പിക്കുന്നത് ഇതുപോലെയുള്ള ചില വിഷയങ്ങളിലേക്കും കൂടിയുള്ള ശ്രദ്ധ നമുക്ക് കൊടുക്കണം എന്നുള്ളതിനെക്കുറിച്ചും കൂടിയാണ്. അപ്പോൾ ഇനി സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, കോവിഡിൻ്റെ സമയത്ത് അങ്ങനെ ഹജ്ജ് ക്യാൻസൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഹജ്ജ് ക്യാൻസൽ ചെയ്യാം എന്നാണ്. അത് ഒരിക്കൽ നടന്നു കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രത്യേകിച്ച് നമ്മളുടെ സൽമാൻ രാജകുമാരൻ അവിടെ ഇരിക്കുന്നത് കൊണ്ട് ഇനി സംഭവിക്കാൻ പോകുന്നൊരു കാര്യം എന്ന് പറയുന്നത്, അടുത്ത വർഷമോ അല്ലെങ്കിൽ വരും നാളുകൾ ഇതിങ്ങനെ സൈക്ലിക്കലായിട്ടാണല്ലോ വരിക, നമ്മളുടെ വർഷത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലാണല്ലോ വരിക. അപ്പോൾ എന്തായാലും അടുത്ത തവണയും ഏതാണ്ട് ഇതേ സമയത്തോടനുബന്ധിച്ച് തന്നെയാണ് ഹജ്ജ് വരിക എന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു ചാൻസ് ഫോർ എ ഹീറ്റ് വേവ് അവിടെ ഉണ്ട്. അതോടൊപ്പം തന്നെ കൂടുതൽ രൂക്ഷമാകാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് നാൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് ഹജ്ജ് ഹീറ്റ് വേവ് പ്രമാണിച്ച് ഇത്തവണത്തേക്ക് നമ്മൾ ഒന്ന് ഓഫാക്കി വെച്ചിരിക്കുകയാണ് എന്ന് പറയുന്ന വാർത്തയും നമ്മൾ കേൾക്കേണ്ടതായിട്ട് വരും. അതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. ഇത്തവണ ഹജ്ജിന് ഒരുപാട് ആളുകൾ അനധികൃതമായിട്ട് വന്നു എന്നാണ്, അനധികൃതമായിട്ട് പ്രാർത്ഥിക്കാൻ വന്നു. ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എങ്ങനെയാണ് ഹജ്ജിന് വേണ്ടി വരുന്ന ഒരാൾ തയ്യാറെടുത്ത് എല്ലാം അയാൾക്ക് സാധിക്കും എന്നിരിക്കെ അയാൾ എന്ത് മാനദണ്ഡം വെച്ചിട്ടാണ് ഈ പള്ളി അല്ലെങ്കിൽ സൗദി തടയുന്നത്? അത് സത്യത്തിൽ സൗദി ചെയ്യുന്നത് ഒരു പോക്കിരിത്തരല്ലേ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെന്നുണ്ടെങ്കിൽ? അതായത് ഹജ്ജിൻ്റെ മാനദണ്ഡം എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യം, പണം, അതുപോലെ നിങ്ങളുടെ മറ്റുള്ള എല്ലാ ഭൗതിക സാഹചര്യങ്ങളും നിങ്ങൾക്ക് ഒത്തു വന്നാൽ, നിങ്ങൾ ആരോഗ്യവാനാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിവുള്ളവൻ ഹജ്ജ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതല്ലാതെ സൗദി അനുവദിച്ചാൽ ഹജ്ജ് ചെയ്യണമെന്നല്ല അവിടെ എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ സപ്പോസ് ഇത്തവണ ഹജ്ജിന് എനിക്ക് പോകാൻ കഴിവുണ്ട്, ഞാൻ പോകാൻ വേണ്ടി അപ്ലൈ ചെയ്തു, സൗദി എന്നെ കയറ്റിയില്ല, ഓക്കെ. അടുത്ത വർഷം ഞാൻ സ്ട്രോക്ക് അടിച്ച് കടന്നു, എനിക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റിയില്ല. അടുത്ത വർഷം ആകുമ്പോഴേക്കും ഞാൻ മരിച്ചു പോവുകയും ചെയ്തു എന്ന് വിചാരിക്കാം. ഞാൻ അവിടെ ചെല്ലുകയാണ്. അപ്പോൾ പടച്ചോൻ ഇങ്ങനെ ബുക്ക് എടുത്ത് നോക്കും, 5 നേരം നിസ്കാരം, ഷഹാദത്ത് കലിമ, നോമ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട്, ഇതെന്താ ഹജ്ജ് എന്താ ഈ ചെയ്യാഞ്ഞ് എന്ന് ചോദിക്കും. അപ്പോൾ എൻ്റെ പൊന്നു പഠിച്ചോനെ ഞാൻ പോകാനിരുന്നാണ്, അപ്ലൈയും ചെയ്താണ്, പക്ഷേ സൗദി എന്നെ കയറ്റിയില്ല. ഓഹോ, ഇതിപ്പോൾ കുഴങ്ങിയല്ലോ, ഇങ്ങനൊരു സംഭവം ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതാണ് ഇതിലെ കോമഡി എന്ന് പറയുന്നത്. അപ്പോൾ ആരെയാണ് പഠിച്ചോൻ അവിടെ ശിക്ഷിക്കുക? അതായത് പോകാൻ വിചാരിച്ച ആൾ, എല്ലാ ഭൗതിക സാഹചര്യം ഉണ്ടായിരുന്ന ആൾ, അയാൾക്ക് കഴിവുണ്ടായ ആൾ, കഴിവുള്ളവൻ ഹജ്ജ് ചെയ്യണം എന്ന് പറഞ്ഞ ആ കഴിവ് അതുള്ള ആൾ, അയാളെ പക്ഷേ നമ്മൾ സൗദി കയറ്റിയില്ല.
അനധികൃതമായിട്ട് ഹജ്ജ് ചെയ്തു എന്നാണ് ഈ വാർത്തയിൽ കണ്ടത്. ഞാനത് വായിച്ചു കുറച്ച് നേരം ഇരുന്ന് ചിരിച്ചു. ഇതെന്തുകൊണ്ടാണ് ഈ സാധനം? അനധികൃതമായിട്ട് ഹജ്ജ് ചെയ്യുക, അനധികൃതമായിട്ട് നിസ്കരിച്ചു, അനധികൃതമായിട്ട് നോമ്പ് നോറ്റു. ഇതെന്താ സാധനം? എനിക്ക് പിടിയിട്ടിട്ടില്ല. ആരെങ്കിലും ഏതെങ്കിലും മൂത്ത കാക്കമാർക്ക് അറിയെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി അതിൻ്റെ പേരിൽ ആരെയാണ് ശിക്ഷിക്കുക എന്നും കൂടി നിങ്ങളൊന്ന് പറഞ്ഞു തരണം. ഇങ്ങനെ പോകാനിരുന്ന ഒരാൾക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റാതെ മരിച്ചു പോയാൽ അയാളെ എങ്ങനെയാണ് പടച്ചോൻ ശിക്ഷിക്കുക? അവനാണെങ്കിൽ കഴിവുണ്ടായി, അവൻ പോകാനിരുന്നാണ്, ഇന്നമല്ലാമാല് ഭിന്നിയാത്തമാണ്. ഇനിയിപ്പോൾ അവിടെ പോകാൻ സൗദി കയറ്റിയില്ല. ഇനിയിപ്പോൾ സൽമാൻ രാജകുമാരനെ ഇതിന് ഒരു തവണയല്ലേ സൽമാനെ നമുക്ക് ശിക്ഷിക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ എന്ത് ചെയ്യും? ഒരു തവണയല്ലല്ലോ അല്ലേ. സൽമാനെ ഇങ്ങനെ എണ്ണയിൽ മുക്കും, പുറത്തെടുക്കും, എന്നിട്ട് തൊലിയൊക്കെ കരിഞ്ഞു പോകും, വീണ്ടും തൊലി കൊടുക്കും, വീണ്ടും മുക്കും. എൻ്റെ അടിമനെ ഹജ്ജ് ചെയ്യാൻ അനുവദിച്ചില്ല അല്ലേ എന്ന് പറഞ്ഞാൽ അങ്ങനെ സൗദിയുടെ പഴയ എല്ലാ രാജാക്കന്മാരെയും പിടിച്ച് ഇതേപോലെ മുക്കി ഇതുപോലെ പൊരിച്ചെടുക്കും. ഇതായിരിക്കും അവിടെ സംഭവിക്കുക. ഇതാണ് പടച്ചോൻ്റെ ഓരോ കോമഡി എന്ന് പറയുന്നത്. ഇതൊന്നും പറയാതെ നിവൃത്തിയില്ല എന്നതാണ് നമ്മളിവിടെ കാണുന്നത്. ഇനി പോട്ടെ, സംഭവം നിങ്ങൾ കണ്ടു, വളരെ ശോകമാണ് കാര്യങ്ങൾ. ഇത് ഒരു ആവശ്യമില്ലാതെ ഉണ്ടായിട്ടുള്ളൊരു സംഭവമാണ്. ഹീറ്റ് വേവ് എന്നൊക്കെ പറയുന്നത് പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കാര്യമാണ്. അത് മുൻകൈ എടുത്തിട്ട് നീക്കങ്ങൾ നടത്തി നമ്മുടെ നാട്ടിൽ നമ്മളിവിടെ കാര്യങ്ങളിവിടെ നടത്തി ആളുകൾ മരിക്കുന്നത് തടഞ്ഞിട്ടുണ്ട്. എന്നിരിക്കെയാണ് ഇവിടെ ഏറ്റവും മുന്തിയ പള്ളിയിൽ അള്ളാഹുവിൻ്റെ ഭവനം, അതിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഭവനം എന്നൊക്കെ പറയുന്ന ഈ ഒരു സാധനത്തിനകത്ത് 1000 പേരെ ഇട്ട് കൊന്നത്. സത്യത്തിൽ ഒരു എലിക്കണി എന്ന് പറയുന്നത് തന്നെയാണ് ശരി. ആ കെണിയിലിട്ട് 1000 പേരെ കൊല്ലാനുള്ളൊരു കെണി ഒരുക്കി എന്നത് തന്നെയാണ് നമുക്കിവിടെ പറയാനുള്ളത്. പടച്ചോൻ്റെ ഓരോ ലീലാവിലാസങ്ങളാണ്. ഇതാണ് അവിടെ സംഭവിച്ചത്. ഇതിനെക്കുറിച്ചൊന്നും ആർക്കും എവിടെയും പറയാനും, അല്ലെങ്കിൽ ഇതിൻ്റെ ഓൾ കൺ ഓൺ അറാഫ എന്ന് പറഞ്ഞ പോലെ ഓൾ കൺ ഓൺ സൗദി എന്ന് പറയാൻ ആർക്കും പറ്റുന്നില്ല, മക്ക എന്ന് പറയാൻ പറ്റുന്നില്ല. ഞാൻ പിന്നെ പറഞ്ഞല്ലോ, ഈ ചിത്രങ്ങൾ നിങ്ങൾ നോക്കുമ്പോൾ, ഈ വീഡിയോ ഒക്കെ നിങ്ങൾ പ്ലേ ചെയ്ത് കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ കൂടുതലും പ്രായമായിട്ടുള്ള ആളുകളാണ്. ഏറ്റവും വലിയ ദ്രോഹമാണ് ഇവരോട് ചെയ്യുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമുക്കറിയാം, നേരത്തെ പറഞ്ഞു വന്ന കാര്യം അത് തന്നെയാണ്. നമ്മളുടെ ആരോഗ്യം ഇങ്ങനെ ക്ഷയിക്കും, അല്ലെങ്കിൽ അത് കുറഞ്ഞു വരും, പെർഫോമൻസ് കുറയുന്നൊരു ഘട്ടമാണ് ഈ പ്രായം കൂടുന്ന സമയം എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മൾ ജീവിതം പരമാവധി സമാധാനപരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി വലിയ പരിക്കുകളില്ലാതെ ഇരുന്ന് ആ ജീവിതം ഒരു ഗ്രേസ്ഫുൾ ഏജിങ് അതിലൂടെ പോയിക്കൊണ്ട് നമുക്ക് ഒരു അവസാനം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കേണ്ടതിൻ്റെ ഇടയിലാണ് ഇതുപോലെയുള്ള ഓരോന്ന് ഒപ്പിച്ചിട്ട് നമ്മളുടെ ജീവിതം ഇതുപോലെ കുഴപ്പത്തിൽ ചാടിക്കുന്നത്. എന്തിനാണ് ഇതിന് നിൽക്കണമെന്നാണ് ആലോചിക്കാനുള്ളത്. എൻ്റെ പാരൻസ് ആരെങ്കിലും ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കണം, നന്നായിരിക്കും. നിങ്ങളോടും കൂടി തന്നെയാണ് എനിക്കിവിടെ പറയാനുള്ളത്. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ വേണ്ടി മുന്നിട്ടിറങ്ങുന്ന സാധനം എന്ന് പറയുന്നത് ഒരു കണയുമില്ലാത്ത കാര്യമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ ഇവിടെ മറ്റൊരു വിഷയം, ഈ സംഭവവും എടുത്തു വെച്ചുകൊണ്ട് കണ്ടില്ലേ, ഇതെന്ത് ഹീറ്റ് വേവ്. ഖിയാമത്ത് നാളിൽ അവിടെ നരകത്തിലെത്തിക്കഴിഞ്ഞ് ഇതിൻ്റെ 1000 ഇരട്ടി 72,000 ഇരട്ടിയാണ് ചൂട്. അപ്പോൾ അതുകൊണ്ട് ഈ ചൂടൊക്കെ ഒരു ചൂടാണോ എന്ന് ചോദിച്ചിട്ടാണ് ഇവിടെ ഹജ്ജിന് പോകുന്നത്. അപ്പോൾ എന്താ പറയുക, നോ പെയിൻ നോ ഗെയിൻ എന്ന് പറഞ്ഞ പോലെ നോ പെയിൻ നോ ഹൂറി എന്നതാണ് ഇവിടുത്തെ കഥ. അപ്പോൾ എവറിത്തിങ് ഈസ് ഈക്വൽ ടു ഹൂറി എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. എന്ത് കാര്യം നമ്മൾ എടുത്തു കഴിഞ്ഞാലും ഹൂറികൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ താത്തമാരെന്തിനാണ് ഇതിന് പോകുന്നതെന്നാണ് എനിക്ക് എവിടെയാണ് ഇസ്ലാമിൽ ഹൂറന്മാരുണ്ട് എന്ന് എഴുതി വെച്ചിരിക്കുന്നത്? അത് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്ത് കണ്ടിട്ടാണ് ഇവർ ഈ പോണേന്നുള്ളത്. കാക്കാമാർ പോണത് പിന്നെ പോട്ടേന്ന് വെക്കാം, അവർക്ക് ഹൂറികളെ കിട്ടുമല്ലോ. പക്ഷേ ഇവരെന്തിനാണ് പോണത് ഇതിപ്പോഴും മനസ്സിലായിട്ടില്ല. ഞാൻ എൻ്റെ ഉമ്മാനോട് ചോദിച്ചിട്ട് ഉമ്മാക്ക് ഇപ്പോഴും ഉത്തരം കിട്ടിയിട്ടില്ല. അത് പഠിച്ചോൻ എന്തെങ്കിലുമൊക്കെ നമുക്ക് അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടാവുമെന്നാണ് പറയുന്നത്. ശരി, ഉമ്മ അവിടെ ചെല്ല്. വാപ്പ അവിടെ 72 കൂടെ അവിടെ തത്തി കളിക്കുന്ന സമയത്ത് ഉമ്മ അവിടെ ഇങ്ങനെ ഇരിക്കും, പാഹയൻ ഇവിടെ ഇങ്ങനെയായിരുന്നു, അവിടെ എന്താ കഥ എന്നിങ്ങനെ ആലോചിച്ചിരിക്കുന്നുണ്ടാവും. പോട്ടെ, ഇതാണ് സ്ഥിതി. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ വിഷ്വൽസ് ഇന്ന് ഉപയോഗിക്കപ്പെടുന്നത് അവിടെയും മതത്തെ പ്രചരിപ്പിക്കാനാണ് എന്നതാണ് ഇതിലെ മറ്റൊരു വസ്തുത. അതാണ് ഇതിലെ ഈ കാക്കാമാർ ഒപ്പിക്കുന്ന ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത്. എന്തായാലും ആ ചിത്രം നിങ്ങളൊന്ന് കണ്ടോളൂ, ആ വീഡിയോ. अस्सलाम वालेकुम जी, ये हज पे हाजी साहबान आए हुए हैं. ये एक औरत जो है ये डेड बॉडी पड़ी हुई है, साथ में ये एक आदमी है, ये इंतहाई क्रिटिकल कंडीशन में है. एक डेड बॉडी. ഈ ചിത്രം വീഡിയോ നിങ്ങൾ നോക്കുമ്പോൾ ഇത് കണ്ടിട്ടുണ്ടാവും, കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇതിൽ നിങ്ങൾ ഈ കിടത്തിയിരിക്കുന്ന സാധനങ്ങൾ മൂടിപ്പോച്ചിട്ടിരിക്കുന്നതൊക്കെ ശവങ്ങളാണ്. ഓക്കെ, സാധാരണ നമ്മൾ പറയാറുണ്ട്, മക്കയിൽ പോയി മരിച്ചു, വളരെ വഫാത്തായി, എന്തോ വലിയ മുന്തിയ മരണമാണെന്നൊക്കെയാണ് പറയാം. ചത്ത് കിടക്കുന്നത് എങ്ങനെയാണെന്ന് ഇപ്പോൾ കാണാം. ഓക്കെ,
ഒരു മനുഷ്യനില്ല തിരിഞ്ഞു നോക്കാൻ. പട്ടികൾ പോലും ഇതുപോലെ കിടക്കില്ല ചത്തു കഴിഞ്ഞാൽ. അതാണ് അവസ്ഥ. അങ്ങനെ തിരിഞ്ഞു നോക്കാൻ ആളില്ലാതെ ഇതിലും നാണം കെട്ട ഒരു മരണം വേറെ ഇല്ല. അതെവിടെയാണ് നടക്കുന്നത്? മസ്ജിദുൽ ഹറാം, അള്ളാഹുവിൻ്റെ ഭവനത്തിൽ പട്ടി ചത്തു കിടക്കുന്നതിനേക്കാൾ മോശമായിട്ട് കിടക്കുന്ന കിടപ്പാണ് ഈ കാണുന്നത്. വല്ല ആവശ്യമുണ്ടോയെന്നാണ് ഞാൻ ഈ ചോദിക്കുന്നത്. മര്യാദയ്ക്ക് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വീട്ടിലിരുന്ന സമാധാനമായിട്ട് നിങ്ങൾക്ക് മരിച്ചു പോകാമായിരുന്നു. അത് ചെയ്യാതെ ഇനി അവിടെ പോയിട്ട് ഒരു മാന്യമായിട്ടുള്ള മരണമാണ് എന്നൊക്കെ പറയുന്ന നിങ്ങളുടെ സാധനം അതെങ്കിലുമാണ്. അതുമല്ല, ചത്ത് മലച്ചിങ്ങനെ കിടക്കുകയാണ് ആൾ തിരിഞ്ഞു നോക്കാനില്ലാതെ. അതാണ് അവിടുത്തെ അവസ്ഥ. എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടോളൂ. वो पड़ी हुई है एक डेड बॉडी. अगर मैं फोकस करके दिखाऊंगा आपको, एक डेड बॉडी फोकस करके दिखाऊंगा आपको. वो पड़ी हुई है एक डेड बॉडी, एक डेड बॉडी वो पड़ी हुई है, एक डेड बॉडी ये पड़ी हुई है. ये लें, अब मैं और फोकस करता हूँ आपको. एक डेड बॉडी ये पड़ी हुई है, एक डेड बॉडी ये पड़ी हुई है. कम से कम कोई 8 से 10 डेड बॉडीज पड़ी हुई हैं ये इस रोड के ऊपर. ये आप जमरात से निकल के आते हैं, मीना 1 का ये इलाका है, मीना 1 का इलाका. इंतहाई पुअर मैनेजमेंट है सऊदी गवर्नमेंट की, इंतहाई पुअर मैनेजमेंट. ट्रेन बंद की हुई है, ट्रेन के स्टेशन बंद. ഇങ്ങനെ ഹജ്ജിന് പോയിട്ട് മരിച്ചു വീഴുമ്പോൾ എന്തിനാണ് അത് എന്താണ് സൗദി ഗവൺമെൻറ്റിനെ ശപിക്കുന്നത്? എന്തിനാ? സൗദി ഗവൺമെൻറ്റിന് ഒരു ബാധ്യതയില്ല നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ ഒരു സൗകര്യം ഒരുക്കണമെന്നുള്ളത്. എവിടെയാണ് അങ്ങനെ ഒരു ബാധ്യതയുള്ളത്? ഒരു ബാധ്യതയില്ല. പിന്നെ അവരവരുടെ മര്യാദ കൊണ്ട് അവരെന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ച് ഇതുപോലെ റോഡൊക്കെ വെട്ടി തന്ന് അങ്ങനെ ഒരു നിർബന്ധവും ഇല്ല. ഇസ്ലാമിൽ നിങ്ങൾ അത് ആ വേദന സഹിച്ച് തന്നെ അത് ചെയ്യണമെന്നാണ്. കാരണം ഹജ്ജിൻ്റെ ഉദ്ദേശം എന്താണ്? ത്യാഗം. അതാണല്ലോ. ഇബ്രാഹിം നബി എന്തോ മലമറിച്ചു, അതിൻ്റെ ആ പാതയിലൂടെ നിങ്ങൾ പോകണമെന്നും പറഞ്ഞാണല്ലോ ഈ പണി ഒപ്പിക്കണം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ AC വേണം, അവിടെ ടാറിട്ട റോഡ് വേണം, മെട്രോ വേണം. ഇത് പള്ളി പോയി പറഞ്ഞാൽ മതി എന്നാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഉള്ളതൊക്കെ വെച്ച് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാനേ നമുക്ക് പറയാനുള്ളൂ. പിന്നെ ഇതൊന്നും കൂടാതെ അവിടെ എന്താണ് ഇതുപോലെ നടന്നു പോകുന്ന വഴിയിലൊക്കെ ഇങ്ങനെ വെള്ളം സ്പ്രേ ചെയ്യുന്ന സംവിധാനം ഉണ്ടെന്നൊക്കെ പറയുന്നു. ഞാനിതുവരെ പോയിട്ടില്ല. അപ്പോൾ സത്യത്തിലൊരു ടൂർ പോകാനിരുന്നതാണ്, നടന്നില്ല. ഏതായാലും ഇനിയും ഒന്ന് പോകണം ഒരിടയ്ക്ക്. അപ്പോൾ ഇതാണ് അവിടെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവർ എണ്ണീട്ട് പരാതി പറയുകയാണ്. ഇത് പരാതി പറയാൻ നിങ്ങൾക്ക് ഒരു അവകാശമില്ല. നിങ്ങൾ ഇവിടുന്ന് പോകുന്ന സമയത്ത് തന്നെ നിയ്യത്ത് ചെയ്താൽ പോകുന്നത് അവിടെ പോയിട്ട് തിരിച്ചു വരില്ല. നിങ്ങൾ ചാവാനാണ് പോകുന്നത് എന്ന് നിയ്യത്ത് ചെയ്ത് തന്നെയാണ് നിങ്ങൾ പോകുന്നത്. എന്താ നിങ്ങൾ ചെയ്യുന്നത്? പോകുന്നതിന് മുന്നേ കടമൊക്കെ വീട്ടുന്നു. നല്ല കാര്യമാണ്. നിങ്ങളുടെ ബാധ്യത. ഈ കഴിവുള്ളവൻ ഹജ്ജിന് പോകണമെന്ന് പറയുമ്പോൾ എന്താണ് ആ കഴിവ്? അതായത് നിങ്ങൾക്ക് കടമുണ്ടാവാൻ പാടില്ല, നിങ്ങൾക്ക് സാമ്പത്തിക ഭദ്രത ഉണ്ടാകണം, നിങ്ങൾക്ക് മറ്റുള്ള ബാധ്യതകളൊന്നും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയുള്ള എല്ലാ സാധനവും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് നിങ്ങൾക്ക് ഹജ്ജിന് പോകാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു അർത്ഥം എന്താണ്? ഇതൊന്നും ഉണ്ടെങ്കിൽ അത് നടക്കില്ല എന്ന് മാത്രമല്ല, ഇനി അഥവാ അവിടെ പോയിട്ട് ചത്താൽ പിന്നെ കടം വീട്ടാത്തതിൻ്റെ പേരിൽ നിങ്ങൾക്ക് ശിക്ഷയില്ല, അതല്ലെങ്കിൽ അങ്ങനെയുള്ള ബാധ്യതകൾ അവിടെ നിറവേറ്റിയില്ല എന്നും പറഞ്ഞിട്ടുള്ള ശിക്ഷയൊന്നുമില്ല എന്നുകൂടിയാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ നിങ്ങൾ മരിക്കാൻ തന്നെ ഉദ്ദേശിച്ചിട്ട് ഒരു ആത്മഹത്യാ ശ്രമം തന്നെയാണ് ഈ ഹജ്ജിലും നിങ്ങൾ നടത്തുന്നത്. എന്നിട്ട് അവിടെ പോയിട്ട് സൗദി ഗവൺമെൻറ് റോഡ് വെട്ടി തന്നില്ല, അവിടെ അത് ചെയ്തില്ല ഇത് ചെയ്തില്ല എന്നൊക്കെ പറയാൻ ഉളുപ്പുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഉള്ളത് വെച്ച് നിങ്ങൾ അല്പമെങ്കിലും വേദനയൊക്കെ സഹിച്ച് വേണമല്ലോ ഇത് ചെയ്യാൻ. അപ്പോൾ പിന്നെ ചിലപ്പോൾ ഇതേപോലെയൊക്കെ സംഭവിക്കും. അപ്പോൾ കിടന്ന് ഇതുപോലെ പറയാൻ നിൽക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ഇനിയിപ്പോൾ പോട്ടെ, ഇതുപോലെ ടൂറിസ്റ്റ് പ്ലേസ് ആണെന്ന് വിചാരിക്കാം. താജ്മഹൽ കാണാൻ പോകുന്നു, അതല്ലെങ്കിൽ നമ്മളുടെ പട്ടേലിൻ്റെ പ്രതിമ കാണാൻ വേണ്ടി പോകുന്നു. അവിടെ പോയിട്ട് നമ്മൾ നോക്കുകയാണ്, അയ്യേ ഇതെന്താണ് ഇവിടെ കാഷ്ടിച്ച് വെച്ചിരിക്കുന്നത്, മോദി രാജിവെക്കണം എന്നൊക്കെ നമുക്ക് പറയാം. ഇവിടെ പോയിട്ട് അത് അള്ളാഹു രാജിവെക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു പിടിച്ച് പെടലേക്ക് എടുത്ത് അപ്പുറത്തേക്ക് എറിയും, നമ്മളെ നരകത്തിലേക്ക്. നീ ജിബ്ബടെ കിടക്ക്, അങ്ങനെ അഹമ്മദി കാണിക്കണ്ടെന്ന് പറയും. അത്രയേ ഉള്ളൂ. കാരണം നമ്മൾ കാശ് മുടക്കി പോകുന്നത് അത് അള്ളാഹുവിന് വേണ്ടിയിട്ടാണ്. എന്നാൽ നിങ്ങൾ പട്ടേലിൻ്റെ പ്രതിമ കാണാൻ പോകുന്നത് അത് പട്ടേലിന് വേണ്ടിയിട്ടല്ല, അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഉല്ലസിക്കാൻ വേണ്ടി പോകുന്നതാണ്. അതാണ് നിങ്ങൾക്ക് അതിലൊരു വ്യത്യാസം മനസ്സിലാവേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഫെസിലിറ്റി വേണം. ഫെസിലിറ്റി കുറഞ്ഞു പോയി. അവിടെ സൗദി ഗവൺമെൻറ് എന്താണ് ഉദാസീനര ആയി മാറി എന്നൊന്നും പറഞ്ഞിട്ട് നിങ്ങൾക്ക് അതിനകത്ത് പരാതി ഉന്നയിക്കാനുള്ള ഒരു അവകാശവും ഇല്ല എന്നതാണ്. അവരവരുടെ മാന്യതയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ചിട്ട് ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് വിചാരിക്കുക, ഉള്ളതുകൊണ്ട് ഹജ്ജ് പോലെ എന്ന് നിങ്ങൾ വിചാരിക്കുക. ഓക്കെ, बस कोई नहीं है, टैक्सी कोई नहीं है, लोग इस गर्मी में पैदल जाएं, ये एम्बुलेंसेस खड़ी हुई हैं, कुछ भी नहीं कर रही हैं, ये एम्बुलेंस कुछ भी नहीं कर रही हैं, ये खड़े हैं, इनको क्या 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 थक गए हैं. पिछले 3 घंटे से मैं खुद इस रोड के ऊपर खड़ा हूं और मैंने 2900 दफा कह चुका हूं इनको कि भाई आप जाएं, वहां पे लोग क्रिटिकल हैं, सुनते हैं आगे चले जाते हैं, सुनते आगे चले जाते हैं. ये इनके बंदे ये फोर्सेस
इनकी फिर रही हैं, कुछ भी नहीं कर रहे हैं, कुछ भी नहीं कर रहे हैं। वो देखें, वो अब एम्बुलेंस अब आई है, अब वो जब डेड हो चुकी है तो ये अब एम्बुलेंस आई है। इससे पहले भी यहाँ पे एक डेड बॉडी आई थी, उसको एम्बुलेंस ले गई है। तो इंतहाई सीवियर कंडीशन है, इंतहाई सीवियर कंडीशन है यहाँ पे। इंतहाई पुअर मैनेजमेंट है सऊदी गवर्नमेंट की तरफ से, कोई नहीं सुन रहा। मैं अगर ये फोकस करके आपको दिखाऊं यहाँ पर, तो ये देखें, ये डेड बॉडी जो मैंने आपको पहले दिखाई है, ये डेड बॉडी, ये मिस्री भाई हैं। ശവത്തിന് കാവലിരിക്കുന്ന ഹാജിയാരെ കണ്ടോ? ഇത് പറയുമ്പോൾ നമുക്ക് വിഷമമുണ്ട്, ഒരാവശ്യമില്ലാതെ സംഭവിക്കുന്ന കാര്യമാണ് എന്ന് നിങ്ങൾ ആലോചിക്കുക. നമുക്കിത് കണ്ടിട്ട് വിഷമിക്കണം എന്നൊക്കെ ഉണ്ട് ഉള്ളത് പറയുകയാണെന്നുണ്ടെങ്കിൽ, പക്ഷേ നടക്കുന്നില്ല. കാരണം ഇമാതിരിയുള്ള പോക്കിരിത്തരങ്ങൾ കാണും. ഇതെല്ലാ മതത്തിലും ഉണ്ട് കേട്ടോ, ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത് കുറച്ച് കടന്ന കൈയാണ്, ഇത് കടന്ന കൈ തന്നെയാണ്. നമ്മൾ കുറച്ച് നാളുകൾക്ക് മുന്നേ വേറൊരു വാർത്ത ഇതുപോലെ പങ്കുവച്ചു. വെയിൽ എന്ന് പറയുന്ന ഒരു സാധനം കേരളത്തിലൊക്കെ നടക്കുന്നതാണ്. ഈ ഉയരം കൂടിയ ഈ പ്രതിമ റോട്ടിൽ കൂടെ ഉന്തി തള്ളി കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോയിട്ട് ഏതോ ഒരു കറണ്ട് കമ്പിയുമോ കൊണ്ടുപോയി പിടിപ്പിച്ച് ആ നാട്ടിലുണ്ടായിരുന്ന കുറേ എണ്ണം അങ്ങ് കത്തി അങ്ങ് ചാമ്പലായി. ഇതാണ് ഉണ്ടായത്. വല്ല ആവശ്യമുണ്ടോ? കാരണം വേല് കണ്ടുപിടിച്ച സമയത്ത് കറണ്ട് കമ്പി ഇല്ലല്ലോ. ഇതിപ്പോൾ വേല് തമ്പലാന്ന് അറിയില്ലല്ലോ. അപ്പോൾ പറയാൻ മറന്നുപോയി, ഇതാണ് സംഭവിച്ചത്. നിങ്ങൾ കുറച്ച് ഉയരം കുറച്ചാളാ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അത് പറ്റൂലല്ലോ. കാരണം പണ്ട് കറണ്ട് കമ്പി ഇല്ലാത്ത സമയത്ത് പറഞ്ഞത് എത്ര ഉയരത്തിൽ ഇത് പൊക്കിക്കൊണ്ട് നടന്നാൽ എന്തോ വലിയ സ്വർഗം കിട്ടുന്നൊക്കെ ആയിരിക്കും വിശ്വസിക്കുന്നുണ്ടാവുക. എന്ത് ചെയ്യാനാണ്, ഇതുപോലെ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇത് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഈ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് പഠിച്ചവന് വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല എന്നതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. मैंने उनसे पूछा था, ये डेड बॉडी है उनकी, ये बेचारे बाबा जी हैं कोई, ये बेचारे, ये मेरा ख्याल पिछले 2 घंटे से डेड बॉडी पड़ी हुई है, कोई नहीं उठाने वाला है यहाँ पे। मैं इसी तरह आपको और भी लेके जाऊँ, यहाँ 3 से 4 डेड बॉडीज और थी, कोई नहीं उठाने वाला है, कोई पूछने वाला नहीं है यहाँ पे। ये सऊदी गवर्नमेंट के मुंह पे तमाचा है। अच्छा, एक चीज और, पाकिस्तानी कोई हमें यहाँ पे गाइड करने वाला नहीं मिल रहा, कोई गाइड करने वाला नहीं मिल रहा। ले जी, ये एक डेड बॉडी और है। ये सब डेड बॉडीज हैं। ये गर्मी की वजह से ना यहाँ कोई पानी दिया जा रहा है और इंतहाई बुरा हाल है, इंतहाई बुरा हाल है। शेम ऑन स्पेशली सऊदी गवर्नमेंट एंड पाकिस्तानी गवर्नमेंट आल्सो। ഷെയ്മോൺ സൗദി ഗവൺമെൻറ്, പാകിസ്ഥാൻ. ഷെയ്മോൺ അള്ളാഹു എന്ന് പറയാൻ അപ്പോഴും നാവ് പോങ്ങില്ല. ഇതാണ് പ്രശ്നം. പോട്ടെ, ഒന്ന് ആലോചിക്കുക. ഇപ്പോൾ നമ്മളിതിങ്ങനെ കാണുന്ന സമയത്ത് ഈ വീഡിയോ ഇത് പ്ലേ ചെയ്യുമ്പോൾ അവിടെ ഇരിക്കുന്ന ആ ഉമ്മ, അതുപോലെ ആ ഒരു കാക്കാനെയൊക്കെ നമ്മൾ കണ്ടു. അവരുടെയൊക്കെ ബന്ധുക്കൾ ഇത് കാണുന്നുണ്ടാവില്ലേ? എന്തായിരിക്കും അവരുടെ മനസ്സിൽ കൂടെ പോകേണ്ട ഒരു ചിന്ത? മിക്കവാറും പോകുന്ന ചിന്ത, വല്ല ആവശ്യമുണ്ടോ, പോകേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ എന്ന് ചിന്തിക്കുന്നതാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? ഇല്ല. അവർ ചിന്തിക്കുക, ഹജ്ജിന് പോയി അള്ളാഹു കൊടുത്ത ശിക്ഷയായിരിക്കും അല്ലെങ്കിൽ പരീക്ഷണമായിരിക്കും. അത് പിന്നെ ഇതുവരെ ആർക്കും തീരുമാനമാക്കാൻ പറ്റാത്ത കാര്യമാണ് കേട്ടോ. ശിക്ഷയാണ്, പരീക്ഷണമാണ്. അത് ശിക്ഷയാണെന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് അത് പരീക്ഷണമായിട്ടൊക്കെ മാറുന്നത് കാണാൻ കഴിയും. കാരണം അവിടെ കോവിഡ് വന്ന സമയത്ത് ചൈനയിൽ അതാദ്യം ശിക്ഷയായിരുന്നു, ചൈനക്കാർക്ക് കൊടുത്ത ശിക്ഷ. ഉയ്ഗൂർ മുസ്ലിംസിനെ, കാരണം ഉയ്ഗൂർ മുസ്ലിംസിനെ അവിടെ കൊന്ന് തള്ളുക, അവിടെ കോൺസെൻട്രേഷൻ ക്യാമ്പിലിടുന്നു, എന്തെല്ലാം ചെയ്തിട്ടും ഇവിടുത്തെ ഒരൊറ്റ കാക്കാൻ പോലും ഓൾ ഐസ് ഓൺ ചൈന എന്ന് പറഞ്ഞ് പോയിട്ടില്ല. കാരണം കണ്ണ് ചൈനയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ചൈനക്കാർ അതും കൊണ്ട് പോകുന്നറിയാം. അപ്പം അതുകൊണ്ട് ആ പണിക്കാരും നിന്നില്ല. എന്നങ്ങനെ മിണ്ടാണ്ട് ഇങ്ങനെ നിന്നു. ആ സമയത്താണ് കോവിഡ് വരുന്നത്. അപ്പോൾ എല്ലാവരും തുടങ്ങി, അതെ കണ്ടില്ലേ, ഇതാ നമ്മൾ പറഞ്ഞത്, കണ്ടോ, ഇത് അങ്ങനെ വേണം, ചൈനയ്ക്ക് അങ്ങനെ വേണം എന്ന് പറഞ്ഞ് എല്ലാവരും ഇരുന്നത്. പിന്നെ അതേ നോക്കുന്നു, കാണുന്നു, എന്താ പിന്നെ കണ്ടത്? ആ കോവിഡ് അവിടെ നിന്ന് ഇറങ്ങി നേരെ അതേ മക്കയിൽ വന്ന് സീറ്റ് ഇട്ടു, അവിടെ ഇരുന്നു, ഹജ്ജൊക്കെ അങ്ങ് ഓഫാക്കി വെച്ചു. ഇതാണ് ഉണ്ടായത്. അപ്പോൾ എന്തായി? ചൈനയ്ക്ക് കൊടുത്ത ശിക്ഷ അത് മക്കയിലെത്തിയപ്പോൾ അത് പരീക്ഷണമായിട്ട് മാറി. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. ഇതാണ് ഈ വിശ്വാസികളുടെ ഇരട്ടത്താപ്പ് അല്ലെങ്കിൽ അവരുടെ ഈ തരികട എന്ന് പറയുന്നത്. എങ്ങനെ വീണാലും 4 കാലി വീഴാൻ ഇവർക്കറിയാം. എല്ലാത്തിനും ഒരു ന്യായമുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ട്, എന്താണ്, ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ടു, ബസ്സിൽ നിന്ന് വീഴാൻ പോയ ഒരു ആളെ പെട്ടെന്ന് ഒരു എന്താ പറയുക, ഒരു സൂപ്പർ ഇൻസ്റ്റിങ്ക്റ്റ്, ഒരു സ്പൈഡർമാൻ ഇൻസ്റ്റിങ്ക്റ്റ് എന്നൊക്കെ പറയാറുള്ള പോലെ പെട്ടെന്ന് കയ്യിൽ പിടിക്കുന്ന ആളെ രക്ഷിക്കുന്ന ഒരു കാഴ്ച നിങ്ങൾ കണ്ടു കാണും. ഉടനെ പറഞ്ഞു ദൈവത്തിൻ്റെ കൈ എന്ന് പറഞ്ഞിട്ട്. 2 ദിവസം കഴിഞ്ഞപ്പോൾ വേറൊരു വീഡിയോ വന്നു, ഇതേപോലെ ഒരു പെണ്ണ് ഡോറിൽ നിന്ന് പുറത്തേക്ക് വീണ് മരിക്കുന്നു, ആരും പിടിക്കാൻ പോയില്ല. അപ്പോൾ ദൈവത്തിൻ്റെ കൈ മാങ്ങ പറിക്കാൻ പോയോ എന്നാണ് നമ്മൾ ചോദിച്ചത്. അപ്പോൾ അങ്ങനെ ആരെങ്കിലും പിടിച്ചാൽ അതിനൊരു കാരണമായിട്ട് അവിടെ വെക്കും, ദൈവത്തിൻ്റെ കൈയാണ്, പിടിക്കാൻ ആരുമില്ല, താഴെ വീണു മരിക്കുന്നു. ബസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്, ഡോറ് തുറന്ന് പോവാണ്, ആ ലേഡി വീഴുന്ന വീഡിയോ നിങ്ങൾ കണ്ടു കാണും. നേരെ ഒരു കാറിൻ്റെ ബാക്കിലേക്കാണ് പോയി വീഴുന്നത്, ആ തലയടിച്ച് ആയിരിക്കണം മിക്കവാറും മരിച്ചത്. അപ്പോൾ ഉടനെ പറയുന്നത് എന്താണ്? നല്ല ആളുകളെ നേരത്തെ വിളിക്കും എന്നാണ് പറയാം. ഇതാണ് വിശ്വാസികളുടെ 4 കാൽ എന്ന് പറയുന്നത്. ഇത് വിട്ടിട്ടുള്ള കളിയൊന്നുമില്ല. അപ്പോൾ ഇവിടെയും ഇത് വെച്ചുകൊണ്ട്
ഷെയിം ഓൺ പാകിസ്ഥാൻ എന്നോ ഇത് പാകിസ്ഥാനി വിട്ട വീഡിയോ ആണ്, അതുകൊണ്ടാണ് ഷെയിം ഓൺ പാകിസ്ഥാൻ എന്നോ ഷെയിം ഓൺ സൗദി എന്നോ പറയുന്നതല്ലാതെ ഷെയിം ഓൺ അള്ളാഹു എന്നോ ഈ മണ്ടൻ വിശ്വാസത്തിനെ കുറിച്ച് ആലോചിച്ച് എനിക്ക് നാണക്കേട് തോന്നുന്നു ആരും പറയാൻ പോകുന്നില്ല. കാരണം വിശ്വാസികൾ എപ്പോഴും സേവ് ചെയ്യാൻ നോക്കുന്നത് അവരുടെ ബന്ധുക്കളെയോ അവരുടെ സ്വന്തക്കാരെയോ അല്ലെങ്കിൽ ഇതുപോലെ ജീവനോ ഹ്യൂമാനിറ്റിയോ ഇതൊന്നുമല്ല. അവരുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് എപ്പോഴും മതത്തെ സേവ് ചെയ്യുക എന്നതാണ്. അവിടെയാണ് നമ്മളെപ്പോലെയുള്ള ആളുകളും ഈ തലയെ കൊണ്ട് നടക്കുന്ന മതവിശ്വാസികളെയും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അവിടെയുള്ള പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത്, അവരെ സംബന്ധിച്ചിടത്തോളം ഹ്യൂമാനിറ്റി ഫസ്റ്റ് എന്ന് പറയുന്നൊരു സാധനം ഇല്ല. അവർക്കെപ്പോഴും റിലീജിയൻ ഫസ്റ്റ് എന്ന് പറയുന്നതാണ്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഹ്യൂമാനിറ്റി, ലവ് അതല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെയാണ് വരുന്നത്. ആദ്യം മതം, അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയൊക്കെ വരുന്നത്. ഇതാണ് അവിടുത്തെ പ്രശ്നം. വായിൽ വേറെ വാക്കാണ് വരുന്നത്. അപ്പോൾ ഇത് ഒന്ന് നിങ്ങളെ കാണിക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനിയും ഈ മരിച്ചു കിടക്കുന്ന ആളുകളെ കാണിച്ചിട്ട് ഇത് ഒരു ശവപ്പറമ്പാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതാണ് നമുക്കറിയാം, ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വിഷ്വൽസാണ്, നമുക്ക് കണ്ടിരിക്കാൻ ബുദ്ധിമുട്ടാണ്. നമ്മളുടെയൊക്കെ വേണ്ടപ്പെട്ട ആളുകളാണെന്നുണ്ടെങ്കിൽ നമുക്കിത് കണ്ടിരിക്കാൻ കഴിയില്ല. അത് ഓരോ ആളുകൾക്കും അങ്ങനെ തന്നെയാണ്. നമുക്ക് വേണ്ടപ്പെട്ടവരല്ലെങ്കിൽ പോലും നമുക്ക് കണ്ടിരിക്കാൻ കഴിയില്ല. മനുഷ്യൻ്റെത് പോട്ടെ, ഒരു പട്ടിയോ പൂച്ചയോ റോട്ടിൽ ഇതുപോലെ മരിച്ചു വീണ് കിടക്കുന്നത് കണ്ടാൽ നമുക്ക് നോക്കി നിൽക്കാൻ കഴിയില്ല, നമ്മൾ കണ്ണ് അവിടെ നിന്ന് എടുക്കും. ഇതല്ലേ നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോഴാണ് ഇതുപോലെ അതിനേക്കാൾ ദുഷിച്ച രീതിയിൽ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ എന്നും പറഞ്ഞ് പോയി അവിടെ പോയിട്ട് ഇതേപോലെ ഈ നടു റോട്ടിൽ വെയിലത്ത് ഇങ്ങനെ ചത്തുമലച്ച് കിടക്കേണ്ടി വരുന്നത്, അത് കാണുമ്പോൾ നമുക്ക് വിഷമമുണ്ട്. ഈ വിശ്വാസം ഏത് വിശ്വാസമാണോ ഈ ഒരു അവസ്ഥയിലേക്ക് ഇവരെ കൊണ്ടെത്തിച്ചത് അതിനെക്കുറിച്ച് ഓർത്ത് നമുക്ക് നാണക്കേട് തന്നെയാണ്. അതിനെക്കുറിച്ച് ഉയർന്ന രീതിയിലൊന്നും പറയാനില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഈ വിഷയവും ഞാൻ നേരത്തെ പറഞ്ഞു വന്നത്, ഇതിനെങ്ങനെയാണ് ഒരു മാർക്കറ്റ് ചെയ്യുന്നതെന്നുള്ളത് ഒന്ന് ആലോചിക്കാം. ഇതിനെങ്ങനെയായിരിക്കും മാർക്കറ്റ് ചെയ്യുക? നിങ്ങളൊന്ന് ഒരു 10 സെക്കൻഡ് നേരം ഒന്ന് ആലോചിക്കും. അതായത് ഇങ്ങനെ ചത്തുമലച്ച് കിടക്കുന്ന വിശ്വാസികളുടെ ചിത്രം, ആളുകളിങ്ങനെ ഇരിക്കുന്നു. ഇതിനെങ്ങനെ മാർക്കറ്റ് ചെയ്യും? ഇത് വെച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് മതത്തെ സെല്ല് ചെയ്യാം? ഇത് നമ്മൾ ശരിക്കും ഈ വിശ്വാസികളെ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മളെ കാക്കാമാരെ കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. നിങ്ങളൊന്നും ചെയ്യണ്ട. അതായത് ഈ സാധനം, ആ വിഷ്വൽസ് നമ്മൾ എടുക്കുക, എന്നിട്ട് അതിൻ്റെ പിന്നിലേക്ക് നമ്മൾ ഒരു അറബി മൂളിച്ച് അങ്ങിടും, അതല്ലെങ്കിൽ ഒരു ബാങ്ക് വിളി അങ്ങിടും, കഴിഞ്ഞു, ഖലാസ്. അത് പിന്നെ ഒരു ഉഗ്രൻ സാധനമായിട്ട് മാറി, ഒരു പരസ്യമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കേൾപ്പിച്ചരാം. അള്ളാഹു വലിയവനെ, അങ്ങനെ അള്ളാഹു അക്ബർ, വലിയവനായ അള്ളാഹു കൊന്നു തള്ളിയിരിക്കുന്ന ആളുകളെയാണ് കേട്ടോ ഈ കാണുന്നത്. പറ്റിയ മ്യൂസിക് തന്നെയാണ്. പക്ഷെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിപ്പോൾ നമുക്ക് അറബി അറിയണോണ്ടാണ് ഈ പ്രശ്നം. മീൻസ് ഇത് മനസ്സിലാവണുണ്ട്. എല്ലാ അറബിയൊന്നും അറിയുന്നേ, അതും പറഞ്ഞിട്ട് അറബി ക്ലാസ് എടുക്കാനൊന്നും ആരും വരരുത്. അപ്പോൾ ഇവിടെ സംഭവിക്കണം എന്താ, ഈ മ്യൂസിക് അതിൻ്റെ ബാക്കിലേക്ക് നമ്മൾ അറബി മൂളിച്ചയായിട്ട് നഷീദ് എന്നൊക്കെ നിങ്ങൾ വിളിക്കുന്ന സാധനം, ഞാൻ അതിനെ അറബി മൂളിച്ചാന്നേ വിളിക്കാറുള്ളൂ. അതിട്ടിട്ട് അല്ലെങ്കിൽ ഇതുപോലെ ഒരു ബാങ്ക് വിളി അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ സാധനം അത് വേറൊരു ലെവലാണ് സാറേ. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. പിന്നെ നമുക്കൊന്നും നോക്കണ്ട, മതം അവിടെ അങ്ങ് ചിലവായിക്കോളും. ഇത് പിന്നെ മതത്തിൻ്റെ ഒരു മേന്മയാക്കിയിട്ട് ഇതിനെ അങ്ങ് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഒരിക്കലും അള്ളാഹു അവിടെ ഒരു കൊലയാളിയായിട്ട് ചിത്രത്തിലേക്ക് വരുന്നില്ല. ഈ വിശ്വാസം നമ്മളിലേക്ക് എത്തിച്ചു തന്ന മുഹമ്മദ് നബി ഈ ഭാഗത്ത് എവിടേക്കും വരുന്നില്ല. അവരൊക്കെ സേഫായിട്ട് മാറുകയാണ്. അപ്പോൾ എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു? പിന്നെ അവിടെ വരുന്നത് ഇവർ ചെയ്ത പാവങ്ങൾ, ഇവരുടെ കയ്യിലിരിപ്പുകൾ, ഇതെല്ലാമാണ് പിന്നെ അവിടെ പ്രശ്നമായിട്ട് വരുന്നത്. എന്ന് വെച്ചാൽ ഇവരുടെ എന്തോ കുഴപ്പം കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത് എന്നാണ്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഇവരവിടെ വരാതിരുന്നാൽ, അതല്ലെങ്കിൽ ഹീറ്റ് വേവ് മുൻകൂട്ടി കണ്ടിക്കുക, വരാതിരിക്കുക എന്ന് പറയുമ്പോൾ പിന്നെയും പടച്ചോൻ്റെ അടുത്തേക്ക് പോകും, പോട്ടെ. ഹീറ്റ് വേവ് മുൻകൂട്ടി കണ്ട് വരും കാലങ്ങളിൽ ഇങ്ങനെ ആളുകൾ ഹജ്ജിന് തടിച്ചുകൂടിയാൽ പ്രശ്നമാവും എന്ന് കണ്ട് അത് ഒരു മുൻകരുതലാക്കിയെടുത്ത് ഹജ്ജ് ക്യാൻസൽ ചെയ്ത ആളുകൾ വരുന്നത് ഒഴിവാക്കുന്നൊരു ഘട്ടം, അല്ലെങ്കിൽ നമ്പർ കട്ട് ഷോട്ട് ചെയ്യാൻ വേണ്ടി സൗദി ഗവൺമെൻറ് തീരുമാനിച്ചാൽ അവിടെ പിന്നെ എങ്ങനെ അള്ളാഹുവിന് ഇവരെ ശിക്ഷിക്കാൻ കഴിയും? ഈ ഹീറ്റ് വേവിലിട്ട് പൊരിച്ച് കൊല്ലാൻ. അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അള്ളാഹുവിനെ അല്ലേ അവിടെ നമ്മൾ തോപ്പിക്കുന്നത്? കാരണം ഈ ഹീറ്റ് വേവ് മുൻകൂട്ടി കാണാനുള്ള കഴിവൊന്നും 6-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നില്ല. ഇന്നതുണ്ട്. ടെമ്പറേച്ചർ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം. എത്രയാണ് ഇനി വരുന്ന ദിവസങ്ങളിലുള്ള ടെമ്പറേച്ചർ? ഇവിടെ നിങ്ങൾ വെതർ ആപ്പ് എടുത്തു കഴിഞ്ഞാൽ അടുത്ത് 10 ദിവസത്തേക്കുള്ളത് നിങ്ങൾക്ക് കാണാം, ഒരു മാസത്തേക്ക് നിങ്ങൾക്കുള്ളത് കാണാം. കഴിഞ്ഞൊരു വർഷത്തെ ഒരു ട്രെൻഡ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അടുത്ത വർഷത്തെ ട്രെൻഡ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഭൂമിയുടെ മൊത്തത്തിലുള്ള ഉപരിതല ആ ടെമ്പറേച്ചർ ഏത് ലെവലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ കഴിയും. ഇതെല്ലാം ഇവിടെ സാധിക്കുന്നു. അതിനുള്ള വകുപ്പ് ഇവിടെ ഉണ്ട്. പടച്ചോൻ അതില്ല. അതാണ് പ്രശ്നം. അതില്ലാത്തതുകൊണ്ടാണ് ഇതൊന്നും ഇവിടെ എവിടെയും മതത്തിലൊരു നിയമമായിട്ട് വരാതെ പോയത്. അപ്പോൾ ഇല്ലെങ്കിലും നമുക്കിവിടെ സാധിക്കുക എന്താണ്? ഇതിൻ്റെ പിന്നിൽ ഒരു അറബി വിളിച്ച അല്ലെങ്കിൽ ഒരു ബാങ്ക് വിളി അതങ്ങ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഖലാസ്, അടിപൊളി സാധനമായിട്ട് മാറുന്നു.
അടുത്ത ദിവസം കാക്കന്മാർ ഇറങ്ങും. ആരിഫ് ഹുസൈൻ്റെ വീട്ടിൽ വീഡിയോയിൽ ബാങ്ക് വിളി തുടങ്ങി എന്നൊക്കെ കണ്ടില്ലേ, അള്ളാഹുവിൻ്റെ പവർ കണ്ടില്ലേ എന്ന്. ശരി. ഇപ്പം എല്ലാം ശരിയായല്ലോ അല്ലേ. ഇനി ഞാൻ പറഞ്ഞു ഇതെങ്ങനെയാണ് ഇത് മതത്തിൻ്റെ ടൂളായി മാറുന്നതെന്നുള്ളത്. അത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മ്യൂസിക് തപ്പിയിട്ട് കിട്ടിയില്ല. അതുകൊണ്ട് തൽക്കാലം ഈ മ്യൂസിക് വെച്ചിട്ടൊന്ന് പിടിക്കുക. നമ്മൾ മ്യൂസിക് ഒന്ന് മാറ്റി നോക്കാം. ഈ ബാങ്ക് വിളിക്ക് പകരം വേറൊരു മ്യൂസിക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒന്നും കേൾക്കുന്നില്ല. ഇതിപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് എന്താ വരുന്നത്? നേരത്തെ ഇത് കേട്ടപ്പോൾ പടച്ചോൻ എത്ര മഹാൻ, എന്നാലും പാവങ്ങൾ, ഇങ്ങനെയൊക്കെയല്ലേ നിങ്ങൾക്ക് തോന്നിയത്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഇത് കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലേക്ക് എന്താ വരുന്നത്? ഇതാരാണ് ഇതിന് വഴിവെച്ചത്, എന്തായാലും കഷ്ടമായിപ്പോയി, സൗദി ഗവൺമെൻറ്റിന് 2 തെറി പറയണമെന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ? അതല്ലേ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊരു ദേഷ്യം, ഒരു തരത്തിലുള്ള ഒരു സാധനമൊക്കെ വരുന്നില്ല, ഒരു പക വീട്ടാനുള്ള ഒരു ചിന്തയൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നില്ലേ? മറ്റേത് കേൾക്കുമ്പോൾ അതൊന്നുമില്ല, നിങ്ങളെല്ലാം അങ്ങ് അലിയിച്ച് കളയും. അതെല്ലാം പടച്ചവൻ്റെ കാര്യമാണെന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങ് വിടും. അതാണ് ഉണ്ടാവുന്നത്. പിന്നെ നിങ്ങൾ കൂടുതലൊന്നും ആലോചിക്കില്ല, ഇതെന്തുകൊണ്ട് വന്നു എന്നോ ഇതെങ്ങനെ തടയാമെന്നോ ഇതൊന്നും നിങ്ങൾ ആലോചിക്കില്ല. അതേസമയം ഇപ്പോൾ നിങ്ങൾ ഈ മ്യൂസിക് ഇട്ട് കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലേക്ക് വരും എന്താണ്, ഇതെങ്ങനെ സംഭവിച്ചു, ആരാണ് ഇതിൻ്റെ ഉത്തരവാദി, ഇതെങ്ങനെ തടയാം, ഇതാരാണ് ഇതിന് ഉത്തരവാദിയായിട്ടുള്ള ആളുകൾ, അവർക്കെതിരെ നമുക്ക് എന്തെടുക്കാൻ പറ്റും, നിയമപരമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇതൊക്കെയല്ലേ നിങ്ങളുടെ മനസ്സിലൂടെ വന്നിരിക്കുന്നത്. ഇതിൻ്റെ പേരിലൊന്നും ഒരിക്കലും ഒരു ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിലും സൗദി അറേബ്യ ഉത്തരം പറയേണ്ടതായിട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണ്, ഇതിൻ്റെ എല്ലാത്തിൻ്റെ പിന്നിൽ ബാങ്ക് വിളി ഉള്ളതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഈ മ്യൂസിക് ഇട്ടിട്ടുള്ളതും കൂടി കേട്ടിട്ട് നമുക്കിത് അവസാനിപ്പിക്കാം. സംഗതി ഞാൻ ടോം ആൻഡ് ജെറിയുടെ മ്യൂസിക്കാണ് ഉദ്ദേശിച്ചത്, അത് കിട്ടിയില്ല. തൽക്കാലം ഇത് പിടി. ഓക്കെ, ആ വ്യത്യാസം നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് വെച്ചെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഏത് മ്യൂസിക് വേണമെങ്കിലും ബാക്കിലിടാം. പക്ഷേ ബാങ്ക് വിളിയുടെയും അറബി മൂളിച്ചയുടെ അത്രയും ഒന്നിനും ഒരു 7 അയലത്തെത്താൻ കഴിയില്ല എന്നുള്ളതൊന്ന് ഓർമ്മിക്കുക. അത് ഒന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടി തന്നെയാണ് ഇവിടെ വെച്ചത്. എന്താണ് അതിൻ്റെ എഫക്റ്റ് എന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ ഏതാണ്ടൊരു പിടിയൊക്കെ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് പ്രാർത്ഥിക്കാം. അതായത് ഷേവ് സൗദി അറേബ്യ, ഇതുമാതിരിയുള്ള പോക്കിരിത്തരങ്ങൾ ഇനിയും അവിടെ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കൊടിയൊക്കെ ഒന്ന് കത്തിക്കണം. എന്നിട്ട് നമുക്ക് അള്ളാഹുവിന് നല്ല ചുട്ട മറുപടി കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഈ ഒരു വിഷയം ഞാൻ അതവിടെ നിർത്തുകയാണ്. ഇനി അവസാനമായിട്ടൊരു ചെറിയൊരു കാര്യം കഴിഞ്ഞ ദിവസമൊക്കെ പറയണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ നടന്നില്ല. അതായത് ഈ ഒരു ഹജ്ജ് എന്ന് പറയുന്ന ഒരു ടോട്ടൽ പ്രോസസ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്തുള്ള കുറേ മണ്ടത്തരങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. നമ്മൾ കമ്മ്യൂണിസ്റ്റുകാരൻ കഴിഞ്ഞ ദിവസം എന്തോ ഒരു സാധനം ഇട്ട് അതിൻ്റെ പേരിൽ പുള്ളി മാപ്പ് പറയേണ്ടി വന്നു, പുള്ളിനെ സസ്പെൻഡ് ചെയ്യുന്നു, പുറത്താക്കുന്നു, അങ്ങനെ പലതും നമ്മൾ കണ്ടു. അപ്പോൾ ഇതിലെവിടെയാണ് ത്യാഗം എന്നാണ് ചോദിച്ചത്. ഞാൻ ത്യാഗമൊക്കെ അങ്ങ് വിടുകയാണ്. അത് പിന്നെ ഓരോ ആളുകൾക്ക് അവരുടെ സൗകര്യം പോലെ വളച്ചൊടിച്ച് എന്തൊക്കെ വേണമെങ്കിലും പറഞ്ഞോട്ടെ, അതൊന്നും നമ്മുടെ വിഷയമല്ല. പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഈ ഒരു പരിപാടി, ഈ ഹജ്ജ് എന്ന് പറയുന്നൊരു സംഗതി, അതിനകത്തൊരു പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ജംറയിൽ കല്ലെറിയുക എന്ന് പറയുന്നൊരു പരിപാടി. അപ്പോൾ നമ്മൾ ഞാൻ പണ്ട് ആലോചിച്ചിട്ടുള്ളൊരു കാര്യമാണ്, എന്തുകൊണ്ട് കല്ലെറിയുന്നു, എന്തുകൊണ്ട് വെടിവെക്കാൻ പറഞ്ഞില്ല, എന്തുകൊണ്ട് ബോംബ് എറിയാൻ പറഞ്ഞില്ല, എന്തുകൊണ്ട് ഗ്രനേഡ് എറിയാൻ പറഞ്ഞില്ല, എന്തുകൊണ്ട് വേറെ അതുപോലെ എറിയാൻ എന്തൊക്കെ സാധനങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇതുപോലെ ദൂരെ നിന്ന് അമ്പ് ചെയ്യാനൊന്നും പറഞ്ഞില്ല. ഇതുപോലെ ഒരു ചിന്ത നമുക്ക് വന്നിരുന്നു. അപ്പോൾ നമ്മൾ മനസ്സിൽ വന്ന എന്താണ്, കല്ലെറിയുക, ഒരു ശത്രു നമ്മളെ മുന്നിൽ വരിക എന്ന് പറയുന്ന സമയത്ത് പ്രാചീന കാലത്ത് ഉണ്ടായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, അല്ലെങ്കിൽ അവർക്ക് ആകെക്കൂടി ചെയ്യാനുണ്ടായിരുന്ന കാര്യം എന്ന് പറയുന്നത് കല്ലെറിയുക എന്നുള്ളതാണ്. അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല. കാരണം ഇല്ലല്ലോ, തോക്കില്ലല്ലോ. അപ്പോൾ പിന്നെ വേറെ വഴിയില്ല. എന്നാൽ ഇന്ന് തോക്കൊക്കെ കണ്ട് അത് ഉപയോഗിച്ച് ശീലിച്ചിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം പിശാച് ചാവണമെന്നുണ്ടെങ്കിൽ കല്ലെറിഞ്ഞാൽ പോരാ,
വെടി തന്നെ വെക്കണം, അത് AK-47 കിട്ടി അത് തന്നെ വെച്ച് വെക്കണം എന്ന് ചിന്തിച്ചാൽ നമുക്ക് അവനെ തെറ്റ് പറയാൻ കഴിയുമോ? കാരണം എന്താണ്, അവൻ ആധുനിക ലോകത്ത് ജീവിക്കുന്ന ആളാണ്. അവനെ സംബന്ധിച്ചിടത്തോളം ചെകുത്താൻ അത്ര പവർഫുള്ളാണ് എന്നുണ്ടെങ്കിൽ അവനെ കല്ലെറിഞ്ഞ് ഓടിച്ചാൽ മതി എന്ന് ചിന്തിക്കാൻ അവൻ മണ്ടനല്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും കല്ലെടുത്ത് എറിഞ്ഞ ഓടുന്ന ചെകുത്താനാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും AK-47 നിന്ന് 2 വെടിയുണ്ട അവൻ്റെ ഇടം നെഞ്ചിലേക്ക് കയറിയാൽ ഏത് ചെകുത്താനാണെങ്കിലും ഫ്ലാറ്റ് ആവുമല്ലോ എന്ന് ചിന്തിച്ചാൽ അതാണ് നമ്മൾ ഇനി ഇവിടെ കാണാൻ പോകുന്നത്. അപ്പോൾ ഒരു കാര്യം, ഇത് നമ്മൾ ഈ ഹജ്ജിൻ്റെ കാര്യങ്ങൾ പറയുന്ന സമയത്ത് ജംറയിൽ കല്ലെറിയുക എന്ന് പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? അന്ന് വെടിവെപ്പ് ഇല്ലാത്തതുകൊണ്ടാണ്. അന്ന് വെടിവെപ്പ് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് ഇവിടുന്ന് ഹജ്ജിന് പോകുന്ന ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും? ഇവിടുന്ന് പോകുമ്പോൾ തന്നെ പുറത്തൊരു AK-47 ആയിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. അതൊന്ന് ആലോചിച്ചാൽ മതി. അല്ലെങ്കിൽ അവിടെ ചെന്ന് കഴിയുമ്പോൾ സൗദിയിൽ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്, കല്ലെങ്ങനെയാണ് നിരത്തി വെച്ചിരിക്കുന്നത് അതേപോലെ അവിടെ AK-47. അപ്പോൾ അവിടെ ചെല്ലുന്നു, ഇതെടുക്കുന്നു, ഇതാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ജംറയിൽ കല്ലെറിയുക എന്നുള്ളതിന് പകരം ജംറയിൽ വെടിവെക്കുക എന്ന് പറയുന്ന നിലയിലേക്ക് എന്തുകൊണ്ടായില്ല എന്ന് ചോദിച്ചാൽ ഉത്തരം അതാണ്. പക്ഷേ നമ്മളുടെ കാക്കമാർ വെറുതെ വിടില്ല. അവർ പ്രതീകാത്മകമായിട്ട് കല്ലെറിഞ്ഞാൽ ചാവാത്ത ആ ഒരു ഇത്ര കാലമായിട്ട് എറിഞ്ഞിട്ട് ജംറ ഇങ്ങനെ വളർന്ന് പൊന്തുകയാണല്ലോ, ഇനിയും വളർന്ന ഇനിയും വളരാൻ അനുവദിച്ചുകൂടാ, ഇവനെ എത്രയും പെട്ടെന്ന് തീർക്കണമെന്ന് നമ്മുടെ പണ്ട് ഏതൊരു സിനിമാ നടൻ പറഞ്ഞ് ഓർക്കുന്നുണ്ടാവും. അത് മനസ്സിൽ ഉൾക്കൊണ്ട് ഇനി ഇവനെ വെച്ചേക്കരുത് എന്ന് ചിന്തിച്ചിട്ട് ഒരു കാക്കാൻ അവിടെ ഗ്രനേഡ് എറിഞ്ഞു വെടിവെക്കുന്നു. ഓക്കെ, കണ്ടു. ഇതിനേക്കാളും വളരെ വിദഗ്ധമായിട്ടുള്ള സാധനമുണ്ട്. ആ ഒരു റീകോയിൽ ആക്ഷനൊക്കെ അതേപോലെ വരുന്ന ചില വീഡിയോസ് ഉണ്ട്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇന്ന് രാവിലെ തന്നെ കണ്ണു തുറന്നു, ഉറക്കത്തിൽ നിന്ന് വരുമ്പോൾ ചുമ്മാ മൊബൈൽ എടുത്ത് നോക്കിയപ്പോൾ ആദ്യം കണ്ട റീൽ അതാണ്. അപ്പോൾ തന്നെ ഒരു റീമിക്സ് അവിടെ ഞാൻ കയറ്റി വിട്ട്. ഇതാണ് നമ്മളെ മുന്നിൽ കാണുന്നത്. അപ്പോൾ ആ ഒരു വെടിവെക്കുന്ന സമയത്ത് അയാളുടെ ആ ഒരു സംഗതി ഇത് അയച്ചു തന്ന നമ്മളൊരു സുഹൃത്തുണ്ട്, ആൾക്ക് വലിയൊരു നന്ദി. കുറേ ആൾക്കാർ അവർ അയച്ചു തന്ന ആ കുറേ വീഡിയോസാണ് നമ്മളിന്നിവിടെ പ്ലേ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രചോദനമായിക്കോട്ടെ എന്ന് കരുതി തന്നെയാണ് അതവിടെ ഇട്ടത്. അപ്പോൾ ഇതാണ് ഈ ജംറയിൽ വെടിവെക്കുക എന്ന് പറയുന്ന നബിക്ക് പറയാൻ പറ്റാതെ പോയ ആ ഒരു നബിക്ക് ജനിക്കാതെ പോയ ആ തോക്കിൻ്റെ കഥ. അപ്പോൾ ഇനി നമ്മൾ ഇതിൽ അവസാനമായിട്ട് ഒരു വാർത്തയും കൂടി നമ്മൾ വായിക്കുകയാണ്. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എന്നാലും കേൾക്കാത്ത ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത് വായിക്കുകയാണ്. നമ്മൾ ഈ പെരുന്നാൾ ഇപ്പോൾ കഴിഞ്ഞുള്ളൂ, അപ്പോൾ അതിനോടനുബന്ധിച്ച് നമ്മൾ പത്രത്തിൽ വന്നിട്ടുള്ളൊരു വാർത്തയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല, ഇല്ലെങ്കിൽ നമുക്കൊന്ന് വായിക്കാം. മ്യൂസിക് വരട്ടെ. കുഞ്ഞിനെ കഴുത്തറുത്ത് കൊല്ലാൻ ശ്രമം, പിതാവ് അറസ്റ്റിൽ. അറേബ്യ മൊറിയ മലമ്പ്രദേശത്ത് വെച്ച് പിഞ്ചുബാലനെ കഴുത്തറുക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ പിതാവ് അറസ്റ്റിൽ. അബ്രഹാം ഏലിയാസ് ഇബ്രാഹിം 89 വയസ്സാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് സംഭവം നടന്നത്. ഉറങ്ങിക്കിടക്കുകയായിരുന്ന ബാലനെ വിളിച്ചെഴുന്നേൽപ്പിച്ച് മലമ്പ്രദേശത്ത് എത്തിച്ച ശേഷമാണ് കഴുത്തറക്കാൻ ശ്രമിച്ചത്. തന്നെ അറുക്കാൻ ദൈവം സ്വപ്നത്തിലൂടെ വെളിപാട് തന്നു എന്നും അറുത്താൽ സ്വർഗം ലഭിക്കുമെന്നും പറഞ്ഞായിരുന്നു കൃത്യം നടത്താൻ പദ്ധതി ഇട്ടത്. എന്നാൽ മനോനില തെറ്റിയ പിതാവ് അടുത്ത് കണ്ട ആട്ടിൻകുട്ടിയെ പിടിച്ച അറുത്ത് സമാധാനം കണ്ടതോടെയാണ് കുട്ടിയുടെ ജീവൻ രക്ഷപ്പെട്ടത്. ആടിനെ അറുത്ത വിവരം കുട്ടി വീട്ടിൽ പറയുകയും അങ്ങനെ നടന്ന സംഭവം ചൈൽഡ് ലൈൻ പ്രവർത്തകർ അറിഞ്ഞതോടെയുമാണ് പുറം ലോകം വിവരമറിഞ്ഞത്. ആട്ടിൻകുട്ടിയുടെ ഉടമസ്ഥർ ആടിനെ കാണാത്തതിന് വേറെ പരാതിയും ഇയാൾക്കെതിരെ പോലീസിൽ കൊടുത്തിട്ടുണ്ട്. താൻ ദൈവത്തിൻ്റെ അടുത്ത ആളാണ്, സുഹൃത്താണ് എന്നൊക്കെ മുൻപും അവകാശം ഉന്നയിച്ചിരുന്ന ഇദ്ദേഹം അറസ്റ്റിലായ ശേഷവും മനോവിഭ്രാന്തി കാണിച്ചതിനെ തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം മാനസികാരോഗ്യ വിഭാഗത്തിൽ ചികിത്സയ്ക്കും മറ്റുമായി വിട്ടിരിക്കുകയാണ്. നരഹത്യയ്ക്കുള്ള ശ്രമം ഉൾപ്പെടെ മോഷണവും അന്ധവിശ്വാസം പ്രചരിപ്പിക്കലും എല്ലാം ചേർത്താണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇത് ഇന്നലെ വന്നൊരു വാർത്തയാണ്, നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുക ഇത്തരത്തിലുള്ള തമാശകളാണ് എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഒന്ന് പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തമാശയായിട്ട് തോന്നുന്നില്ല എന്നെനിക്കറിയാം, പ്രത്യേകിച്ച് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ നിങ്ങൾക്ക് നിർബന്ധപൂർവ്വം ഞാൻ അത് പറയുകയാണ്, ഇത് തമാശയായിട്ട് നിങ്ങൾ കാണണം. ഇല്ലാന്നുണ്ടെങ്കിൽ പാകിസ്ഥാനിൽ നടന്ന പോലെ നിങ്ങൾ മതനിന്ദ നടത്തിയെന്ന് പറഞ്ഞ് എന്നെ ഇതുപോലെ ചുട്ടുകൊല്ലാൻ വന്നാൽ ചില ഭീഷണികളൊക്കെ ഇന്നലെ കമൻറ്റ് ബോക്സിലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അത്തരം ആളുകൾ അറിയാൻ പറയുകയാണ്, നിങ്ങൾ യഥാർത്ഥത്തിൽ സമാധാന മതമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ടും ഇരിക്കണം. കാരണം എന്നെ തീർക്കാൻ പടച്ചോൻ അറിയാം. പടച്ചോൻ ഇത് 1000 പേരെ കൊന്നു തള്ളിയത് നിങ്ങൾ കണ്ടല്ലോ, അതേപോലെ എന്നെയൊക്കെ തീർക്കാൻ വളരെ എളുപ്പമാണ് പടച്ചോനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒന്ന് കാത്തിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. വല്ല ഹാർട്ട് അറ്റാക്കോ അങ്ങനെയുള്ള വല്ല സാധനമൊക്കെ വന്ന് പടച്ചോൻ ആ പണി എളുപ്പമാക്കട്ടെ എന്ന് നമുക്ക് ഇവിടെ നിങ്ങൾക്ക് ആശ്വസിക്കാം. ആമീൻ വേണേൽ പറഞ്ഞോളൂ കേട്ടോ. അപ്പോൾ അതാണ് അവസ്ഥ. ഏതായാലും ഇനി നീട്ടുന്നില്ല. നമുക്ക് നമ്മളുടെ
പ്രേക്ഷകരൊക്കെ ആയിട്ടുള്ള സംസാരം അത് ഇന്ന് നമുക്കൊരു അസൗകര്യമുണ്ട്. നാളെ വൈകിട്ട് നമുക്ക് വിശദമായിട്ട് അത് ചെയ്യാം. വേറെയും കുറച്ച് വാർത്തകളൊക്കെ പങ്കുവെക്കാനുണ്ട്. അത് നമുക്ക് നാളെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഏതായാലും ഇന്ന് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇതുപോലെ ഈ പാതിരാത്രിക്കും 1500-700 ആളുകളാണ് ഇന്നുണ്ടായിരുന്നത്. എല്ലാ ആളുകൾക്കും വളരെ നന്ദിയുണ്ട്. അപ്പോൾ ലൈക്ക് ചെയ്യാത്ത ആളുകൾ ഒറ്റയടിക്ക് ഇപ്പം തന്നെ ലൈക്ക് ചെയ്ത് ആ ഒരു ലൈക്കിൻ്റെ കൗണ്ട് 1000 അങ്ങ് കിടത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു 400 ലൈക്കിൻ്റെ കുറവേ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങളെല്ലാവരും കൂടി ഒന്ന് വിചാരിച്ചാൽ നടക്കും. അത് ചെയ്യുക. റീച്ച് കൂടുതൽ കിട്ടണം. ഇതുപോലെയുള്ള ആശയങ്ങൾ ആളുകളിലേക്ക് എത്തിക്കാനുള്ള വഴിയാണ് ഈ പറയുന്നത്. അതുപോലെ കമൻറ്റുകൾ അതിനകത്ത് നിങ്ങൾ ഏർപ്പെടുക. അതിനകത്ത് മറുപടികൾ കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വരിക. ഒരുപാട് ആളുകൾ സംശയമൊക്കെ ചോദിക്കാറുണ്ട്. ഇതിൻ്റെ ആയത്ത് എവിടെ, ഹദീസ് എവിടെ. നമ്മളൊന്നും ആ പരിപാടിക്ക് നിൽക്കാറില്ല. കാരണം ഇതെല്ലാ ആളുകൾക്കും കണ്ടെത്താവുന്ന സംഗതിയാണ്. എന്നാലും നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് കറങ്ങി നടന്ന് ഇതൊക്കെ ചോദിക്കുന്ന ആളുകൾക്കൊക്കെ ഒന്ന് കൊടുത്ത് അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്താൽ ഇതൊരു ടീം വർക്കായിട്ട് മുന്നോട്ട് പോകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചില സുഹൃത്തുക്കൾ പങ്കുവെച്ചൊരു നല്ലൊരു വാർത്ത എന്ന് പറയുന്നത് ഇത്തവണത്തെ ബക്രീദിനോടനുബന്ധിച്ചിട്ടുള്ള വാർത്താ ചാനലുകളുടെയൊക്കെ അടിയിൽ വരുന്ന അവരുടെ പോസ്റ്റുകൾക്ക് അടിയിൽ വരുന്ന കമൻറ്റുകൾ വായിച്ചു കഴിഞ്ഞാൽ ഇസ്ലാം മതത്തിനെ ട്രോളുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു. അതിൽ വലിയ പങ്ക് നമ്മളെപ്പോലുള്ള ആളുകളുടെ ഒരു പങ്കിനെക്കുറിച്ച് പല ആളുകളും സൂചിപ്പിക്കേണ്ടത് സന്തോഷമാണ് നമുക്ക് തോന്നിയത്. കാരണം നമ്മളെപ്പോഴും പറയാറുള്ള കാര്യമാണ് ഇസ്ലാം മത വിമർശനം മുസ്ലിങ്ങളിലേക്ക് എത്തുക എന്ന് പറയുന്നത് എൻ്റെ വീഡിയോ നേരിട്ട് കണ്ടിട്ടല്ല. ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്. നമ്മളെ വീഡിയോ കാണുന്ന നിങ്ങളെപ്പോലെയുള്ള ബഹുജനങ്ങൾ, ആ ബഹുജനങ്ങളിലൂടെയാണ് വിശ്വാസികൾ അടുത്തേക്ക് എത്തുക. കാരണം അവർക്ക് അത് കാണാൻ നിർബന്ധിതാവസ്ഥ ഉണ്ടാവും. നിങ്ങളിലൂടെയാണ് അത് ഉണ്ടാവാൻ പോകുന്നത്. എൻ്റെ വീഡിയോ അവർക്ക് അറിയാം അത് ഫിത്നയാണ്, പറ്റുമെങ്കിൽ എന്നെ തീർക്കണമെന്ന് വിചാരിച്ച് നടക്കുന്ന ആളുകളാണ്. അപ്പോൾ ഒരിക്കലും അവർ നമ്മളുടെ വീഡിയോ വന്ന് ആരിഫ് ഹുസൈൻ്റെ വീഡിയോ ഒന്ന് കണ്ടു കളയാം എന്നും പറഞ്ഞ് ബിസ്മീൻ ചൊല്ലി ആരും വരില്ല. അവർ ചെല്ലുന്നത് ഔദുബില്ല എന്നാണ്. അതായത് ശപിക്കപ്പെട്ട പിശാചിൻ്റെ ശല്യത്തിൽ നിന്നും കാത്തുരക്ഷിക്കണേ എന്ന് പറയുന്ന പ്രാർത്ഥനയാണ് അവർ ചെല്ലുക. അവരുടെ കണ്ണിൽ ഞാൻ ഈ ജംറയിൽ കല്ലെറിയുന്ന ആ ചെകുത്താനിൽപ്പെട്ട ഒരു ചെകുത്താനാണ്. അതുകൊണ്ട് ഈ ഭാഗത്തേക്ക് അവർ വരില്ല. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ഇത് മൈൽഡാക്കുകയോ അവർക്ക് വേണ്ടിയിട്ട് ഇതിങ്ങനെ കുറച്ച് പറയുകയോ ചെയ്യേണ്ട കാര്യമില്ല. എന്നാൽ ഇതിൻ്റെ എല്ലാ പൊള്ളത്തരവും അതിൻ്റെ ആ ഒരു ഷെയിംലെസ്നെസ് അതിൻ്റെ ആ കറക്റ്റ് രൂപത്തിൽ തന്നെ പറഞ്ഞാലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ഭയവും ഒഴിവാക്കിക്കൊണ്ട് ഇത് പ്രചരിപ്പിക്കാനും ഇത് നിങ്ങൾക്ക് ഏറ്റുപറയാനും നിങ്ങൾക്ക് സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് നമ്മളിത് പറയുന്നത്. ഞാനിത് പേടിച്ചാണ് പറയുന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു 10 ഇരട്ടി പേടി നിങ്ങൾക്കുണ്ടാവും. അതുകൊണ്ടാണ് നമ്മളിത് പേടിക്കാതെ തന്നെ ഇത് പറയുന്നത്. പേടി വേണ്ട. ആളുകൾ ചോദിക്കാറുണ്ട് ഇത് തമാശയാക്കി, ഈ മതത്തെ എത്ര വലിയ സംഭവമാക്കി പറയണമെന്ന് എന്താണ് നിർബന്ധം? അതിൻ്റെ ഒരു ആവശ്യമില്ല. ഈ മതം എന്ന് പറയുന്നത് തന്നെ കോമഡിയാണ്. ഇതിനകത്ത് പറഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങൾ കോമഡി തന്നെയാണ്. അത് കോമഡി ആയിട്ട് തന്നെ നമുക്ക് കാണാനേ സാധിക്കുകയുള്ളൂ. അതിന് അങ്ങനെ തന്നെ റിഡിക്യൂൾ ചെയ്യാൻ തന്നെയാണ് നമ്മൾ ഉദ്ദേശം എന്ന് പറയുന്നത്. അവിടെ ഇതിന് വലിയ സംഭവമായിട്ട് ബഹുമാനമൊക്കെ കൊടുക്കണം. എന്ത് ബഹുമാനം കൊടുക്കാൻ? ഒരു ബഹുമാനത്തിൻ്റെ ആവശ്യമില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ മതത്തെ ബഹുമാനിക്കണം, കോമഡിയാക്കി പറയരുത് എന്നൊക്കെ പറയുന്നത് ഏത് മതത്തിൻ്റെ ആളുകളായാലും നമുക്ക് അവരോട് അത് തന്നെ പറയാനുള്ളൂ. ഇപ്പോൾ ഭഗവത്ഗീതയുടെ കാര്യം ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ അതിൽ ഒരു കാര്യം പറയുകയാണ്. അതായത് ഇത് വായിച്ചിട്ട് നിങ്ങൾക്ക് സംസ്കൃതം അറിയാത്തതുകൊണ്ടാണെന്ന് പറയുമ്പോൾ എനിക്കത് റെസൊണേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? നിങ്ങൾക്ക് അറബി അറിയാത്തതുകൊണ്ടാണ് എന്ന് പറയുന്നത് നമ്മുടെ കാക്കാമാരുടെ സെയിം ഡയലോഗാണ്. ഒരു വ്യത്യാസമില്ല. നിങ്ങൾ അത് മലയാളത്തിൽ വായിച്ചതുകൊണ്ടുള്ള കുഴപ്പമാണ് എന്ന് പറയുമ്പോൾ എനിക്ക് കേൾക്കാൻ കഴിയുന്നത് എന്താണ്? നിങ്ങൾക്ക് ഈ സൂറത്ത് മനസ്സിലാകാത്തത് ഇത് അറബിയിലല്ല, നിങ്ങൾ മലയാളത്തിൽ വായിച്ചുകൊണ്ടാണ്. ഇനി നിങ്ങൾ വായിച്ചത് ഏതോ ഒരു സ്വാമിജി എഴുതിയ പുസ്തകത്തിൽ നിന്നായിരിക്കും വായിച്ചത്, അതുകൊണ്ടാണ്. ഇത് തന്നെയാണ് ഞാനും ഇവിടുന്ന് കേൾക്കുന്നത്. നിങ്ങളിത് വായിച്ചത് ഏതോ ഒരു കാക്കാൻ എഴുതിയ ഒരു തഫ്സീറോ അല്ലെങ്കിൽ മലയാള പരിഭാഷയിലോ ആണ്. അതല്ല, യഥാർത്ഥത്തിൽ അതല്ല, ഈ സത്യത്തിൽ ഇത് അങ്ങനെയല്ല എന്ന് പറയുന്ന അതേ സാധനമാണ് നമുക്ക് റെസണേറ്റ് ചെയ്യാൻ കഴിയുന്നത്. ഇതിലൊരു വ്യത്യാസമില്ല. ഇനി അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ചില ആളുകൾ വന്നിട്ട് കമൻ്റ് ഇട്ടത് നിങ്ങൾ ഇതൊക്കെ പറഞ്ഞോളൂ, പ്രശ്നമൊന്നുമില്ല, പക്ഷേ എന്നാലും ഒരു ശക്തി, ഒരു ചൈതന്യമുണ്ട് എന്നൊക്കെ ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ചില ആളുകൾ എനിക്ക് കമൻ്റ് ഇട്ടു, ഞാൻ ജസ്റ്റ് അത് വായിച്ചു, അപ്പോൾ റിപ്ലൈ ചെയ്യാൻ കഴിഞ്ഞില്ല. എന്നിട്ട് പിന്നെ ഞാൻ റിപ്ലൈ ചെയ്യാൻ വേണ്ടി പോയി നോക്കിയപ്പോൾ ആ കമൻറ്റ്, ആ മെസ്സേജ് എന്നെ കാണുന്നില്ല. ആ ആൾ ഇത് എവിടെയെങ്കിലും കേൾക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരോടും കൂടിയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ആ പറഞ്ഞ സാധനം ഞാൻ വായിച്ചിരുന്നു, പക്ഷേ സാധിക്കാതെ പോയതാണ്. റിപ്ലൈ ചെയ്യുമ്പോഴേക്കും നിങ്ങളത് ഡിലീറ്റ് ചെയ്താണ് തോന്നുന്നു, കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ പറയുകയാണ്. അതിലൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യം എന്താണ്? ഇതിനെ നിങ്ങൾ വേറൊരു തലത്തിലേക്ക് വ്യാഖ്യാനിച്ച് ഇതിനെ ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് കൊണ്ടുപോയി അങ്ങനെ ഇതിന് വലിയ സംഭവമാക്കി മാറ്റുന്നു. ഇതാണ് നിങ്ങളവിടെ പറഞ്ഞു വെക്കുന്നത്. ഇതിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് കാണുമ്പോൾ ഇപ്പുറത്ത് സംഭവിക്കുന്ന എന്താണ്? ഈ ഖുറാനിലെ ഈ മണ്ടത്തരങ്ങളും ഇതിനകത്തുള്ള വിഡ്ഢിത്തരങ്ങളും ഇതുപോലെയുള്ള തമാശകളും ഇതുപോലെയുള്ള ഇങ്ങനെ കാടത്തം നിറഞ്ഞ കാര്യങ്ങൾ, സ്ത്രീവിരുദ്ധമായ കാര്യങ്ങൾ, ഇതെല്ലാം ഇതിനകത്തുണ്ടായിരിക്കെ ഇതൊന്നും അങ്ങനെയല്ല എന്നും ഇതിനൊക്കെ ഒരു വലിയ സംഭവമാണ് എന്നും പറഞ്ഞുകൊണ്ട് ഇതിനെയും
ഇതുപോലെ സ്പിരിച്വലൈസ് ചെയ്യുന്ന, ഇതിനെയും ഒരു വലിയൊരു സംഭവമാക്കി മാറ്റുന്ന ഒരു പരിപാടി ഇപ്പുറത്തുണ്ട്. നമ്മളിത് കണ്ടു മടുത്തിട്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളിവിടെ ഇതിനകത്തെ കാര്യം പറയുമ്പോൾ ആ ലെവലിൽ കാണാൻ നിങ്ങൾക്ക് സാധിക്കണമെന്ന് ഞാൻ നിർബന്ധമൊന്നും പറയുന്നില്ല. പക്ഷേ അത് പറയാനുള്ള ആളുകളുടെ അടുത്ത് വന്നിട്ട് ഇതിനെ ഈ രീതിയിൽ പറയുമ്പോൾ നമുക്ക് ഇതും അതും ഒന്ന് തന്നെയായിട്ടാണ് തോന്നുക. അതായത് ഇത് ഒട്ടക ചാണകം, ഇത് പശു ചാണകം, അത്ര വ്യത്യാസമുള്ളൂ. രണ്ടും ചാണകം തന്നെയാണ് നമ്മൾ പറയേണ്ടി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഗ്ലോറിഫിക്കേഷൻ, മത കിതാബ് അല്ലെങ്കിൽ മത ആശയങ്ങൾ അത് വലിയ സംഭവമാണ് എന്ന് പറയുന്ന ആളുകൾ, അത് ആര് തന്നെയായാലും നമുക്ക് അവരോട് ഒന്നേ പറയാനുള്ളൂ, ആ പരിപാടി നിങ്ങൾ, ആ യന്ത്രം നിങ്ങൾ ഓഫാക്കി വെക്കണം. അത് നിങ്ങൾ പറഞ്ഞാൽ മത കിതാബും മതവും അത് വലിയ സംഭവമല്ല എന്ന് പറയുന്ന ആളുകൾ ഇവിടെ കൂടുതൽ ശക്തിപ്പെടും. അത് നിങ്ങൾ കേൾക്കേണ്ടതായിട്ട് വരും. പക്ഷേ നമുക്കറിയാം ഹിന്ദു മതവിശ്വാസികൾ ഒരു വലിയ ഭൂരിപക്ഷം ആളുകൾ ഇതൊക്കെ ഉൾക്കൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ കാക്കാമാരെ പോലും നാണിപ്പിക്കുന്ന രീതിയിലുള്ള വളരെ മോശം തെറി പ്രയോഗങ്ങളൊക്കെ ആയിട്ടാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് നമ്മുടെയൊക്കെ ഇൻബോക്സുകൾ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തിനാണ് പഠിക്കണതെന്നും കൂടി ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ കാക്കാമാരാകാൻ വേണ്ടിയാണോ പഠിക്കുന്നത് എങ്കിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല, മത്സരം നിങ്ങൾ തമ്മിലാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം ഒന്നായി മാറുന്നു. അതായത് ഒന്ന് ഒട്ടക ചാണകവും മറ്റത് പശു ചാണകവും. അപ്പോൾ നിങ്ങൾ പശു ചാണകമാണ് എന്ന് സ്ഥാപിക്കാൻ മുതിർന്ന കാലത്തോളം അതിനുവേണ്ടി രണ്ടും കൽപ്പിച്ച് ഒരുമ്പോട്ട് ഇറങ്ങിയാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും പറയാനില്ല. നമ്മളുടെ പണി നമ്മൾ തുടരും. അത് ഈ മത റിഡിക്യുളിങ് തന്നെയാണ്. അതിലിനി ഹിന്ദു മതത്തെ ആയാലും അതിനെയും ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വരുന്ന ആളുകളെ നമുക്ക് പ്രോത്സാഹിപ്പിക്കേണ്ടതായിട്ട് തന്നെയാണ് വരിക. അതിവിടെ ചെയ്യും. അതിവിടെ നമ്മൾ കാണുന്ന ഒരു ഘട്ടം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ വ്യസന സമേതം പറയാനുള്ളത്. അത് ശരിയായിട്ടുള്ളൊരു രീതിയല്ല എന്നാണ് പറയാനുള്ളത്. ഇനി ഒരു പടി കൂടി കടന്ന് ഈ കാക്കാമാർ ചെയ്യുന്ന പോലെയുള്ള മതത്തിൻ്റെ പേരിലുള്ള പകരം വീട്ടൽ, നിങ്ങളിങ്ങനെ നോക്കിയിരുന്ന ബന്ധുക്കളാണെന്നൊക്കെ പറഞ്ഞ് നോക്കിയിരുന്നോ, രണ്ടും കൽപ്പിച്ച് ഇറങ്ങണം, നീ ആണും പെണ്ണും കെട്ടവനാണെന്നൊക്കെ പറയുന്ന രീതിയിലുള്ള സാധനം ഏറ്റെടുത്ത് സൂയിസൈഡ് ബോംബിങ്ങിനടക്കം നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന ഒരു ഘട്ടം ഉണ്ടായാൽ പിന്നെ കാര്യങ്ങളൊന്നും നമ്മൾ വിചാരിച്ചോടത്തായിരിക്കില്ല എന്നും കൂടി ഒന്ന് ആലോചിക്കുക. സമാധാനം എന്ന് പറയുന്നത് പിന്നെ ഇവിടെ ഉണ്ടാവില്ല. ഇന്ത്യ ഒരു ഹിന്ദു താലിബാൻ തന്നെയായിട്ടായിരിക്കും പിന്നെ അറിയപ്പെടുക എന്നതും കൂടി ഒന്ന് ഓർക്കുക. അപ്പോൾ ഇത് അങ്ങനെ അല്ലാതെ നിലനിർത്തേണ്ട ബാധ്യത, നിലവിലുള്ള സാഹചര്യത്തെ നിലനിർത്തേണ്ട ഒരു ബാധ്യത അത് ഓരോ വ്യക്തിക്കുമുണ്ട്. മതവിശ്വാസിക്കുണ്ട്, മതമില്ലാത്ത ആളുകൾക്കുണ്ട്. അതുകൊണ്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ഈ ബ്ലാസ്ഫമി നിയമങ്ങൾ എടുത്തു കളഞ്ഞ് ഇതിനെ സർവ്വസാധാരണമാക്കി മാറ്റുക എന്ന് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ പോംവഴി. അത് നിങ്ങൾ കൂടി ഇറങ്ങിത്തിരിക്കണം. ഞാൻ അതിൻ്റെ കൂടെ പറയുകയാണ്, ഇതെല്ലാം വരുമ്പോഴും ഇങ്ങനെ തെറി വിളിക്കുന്ന ആളുകളെ, ഇപ്പം ഞാൻ ഇത് പറയുന്നത് ഈ രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസമാണ് എന്നുണ്ടെങ്കിൽ ആ കമൻറ്റുകൾക്ക് അടിയിൽ അന്നേരം തന്നെ വന്ന് റിപ്ലൈ ചെയ്യുന്ന ഹിന്ദുമത വിശ്വാസികളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് വലിയ അഭിമാനം തോന്നിയൊരു കാര്യമാണ്. കാരണം എന്താണ് അവർ പറയുന്നത്? അവരാണ് ചോദിക്കുന്നത്, നിങ്ങളും ഈ കാക്കാമാരും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് ചോദിക്കുന്ന ഹിന്ദുക്കളെ നമുക്ക് കാണാൻ സാധിച്ചു. അത് വലിയ സന്തോഷം തരുന്ന കാര്യമാണ്. നമ്മളൊക്കെ കമൻറ്റ് ബോക്സിൽ നമ്മൾ കണ്ട കാര്യമാണ്. അങ്ങനെ ഒരു ചോദ്യം അത് കാക്കാമാരുടെ ഭാഗത്ത് നിന്ന് ഞാൻ കണ്ടിട്ടില്ല. ഇത് ഇങ്ങനെ പറയുന്നത് ശരിയല്ല, ഇതിനെയും വിമർശിക്കണമെന്ന് പറയുന്ന ഹിന്ദുക്കളായിട്ടുള്ള ഹിന്ദു നാമധാരികളെ നമുക്കിവിടെ കാണാൻ സാധിച്ചു. മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ നമ്മൾ കാണാറില്ല. അതൊക്കെ തന്നെയാണ് വ്യത്യാസം. ആ വ്യത്യാസം നിലനിൽക്കണം. ആ ഒരു വ്യത്യാസത്തിൽ പെടുന്ന ആളുകൾ അവരുടെ നമ്പർ കൂട്ടണം. ഇതാണ് നമ്മൾ പറയുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഈ ഡീറാഡിക്കലൈസേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഡീസെൻസിറ്റൈസേഷൻ എന്ന് പറയുന്ന ഈ പ്രോസസ്സ് വിപുലപ്പെടുത്തണം എന്ന് നമ്മൾ പറയുന്നത്. അതിനിയും തുടരണം. അതിന് പങ്കെടുക്കാൻ കഴിയുന്ന എല്ലാ ആളുകളും ഇതിൻ്റെ കമൻറ്റ് ബോക്സിലായിട്ടും ഒക്കെ നിറഞ്ഞു നിന്നുകൊണ്ട് അതിനുവേണ്ടി ഇറങ്ങി തിരിച്ച് അത് ആ രീതിയിലേക്ക് ഏർപ്പെടുന്ന ആളുകളായിട്ട് നിങ്ങൾക്കും പങ്കെടുക്കാം. ഇത് നമ്മൾ വീഡിയോ ചെയ്യുന്നത് മാത്രമൊന്നുമല്ല ഇതിലെ കഥ എന്ന് പറയുന്നത്. നിങ്ങൾക്കും ഇതിനകത്ത് പങ്കുണ്ട്. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ഇതൊരു ടീം വർക്കാണ്. ഇത് ഒറ്റയ്ക്ക് ഒരാൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് ആദ്യം നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്കും ഇതിനകത്ത് പങ്കുണ്ട് എന്നുള്ള ആ ഒരു വലിയ ഉത്തരവാദിത്വ ബോധം അത് നിങ്ങൾക്ക് ഉണ്ടാവണം. അതിലാണ് ഇതിലെ കാര്യങ്ങൾ കിടക്കുന്നത്. നമ്മളീ പറയുന്നത് കേട്ട് നിങ്ങൾ കിടന്നുറങ്ങാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അതല്ലെങ്കിൽ സ്പീക്കർ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നോക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ പല ഉപയോഗങ്ങളാണ് ഇതിനുള്ളതെന്നാണ് നാസ റിപ്പോർട്ട് ചെയ്തത്. അത് മാത്രമല്ല ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്. ഇതിൽ നിങ്ങൾക്കും പങ്കുണ്ട്. ഇതിൽ കമൻറ്റുകളിൽ റിപ്ലൈ ഇടുന്നത് മുതൽ, അതിൽ ആശയങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ ചർച്ച ചെയ്യുന്നത് മുതൽ, അതുപോലെ വലിയ പ്രശ്നമാണ് എന്നൊക്കെ തോന്നുന്ന തരത്തിലുള്ള സ്ഥലങ്ങളിൽ ഇത് കുറേശ്ശെ ഇട്ട് കൊടുത്തുകൊണ്ട് ആളുകളെ ഒന്ന് ഡീസെൻസിറ്റൈസ് ചെയ്യുക എന്ന് പറയുന്നത്, ആ വാക്ക് നിങ്ങൾ എപ്പോഴും കൊണ്ട് നടക്കുക. വലിയ മതവ്രണം പൊട്ടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള ഏറ്റവും മികച്ച മരുന്ന് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, ഡീസെൻസിറ്റൈസേഷൻ. അവർക്ക് കുറേശ്ശെ കൊടുക്കുക. ഈ വിഷയം ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ആദ്യം സ്വന്തം മതം കൊടുക്കുന്നതിന് പകരം വേറെ മതം ഇട്ട് കൊടുക്കുക, ഒരു താപ്പാന. അതിന് പറ്റിയ മതമാണ് ഹിന്ദു മതം എന്ന് പറയുന്നത്. അപ്പോൾ ഇസ്ലാമിൻ്റെ വലിയ കൊലകൊമ്പനായിട്ടൊക്കെ നടക്കുന്ന ആളുണ്ടെങ്കിൽ അവരുടെ മുന്നിലേക്ക് കുറച്ച് ഹിന്ദു മത വിമർശനം ഇടുക, കുറച്ച് ക്രിസ്ത്യൻ മത വിമർശനം ഇടുക. അപ്പോൾ അവനിങ്ങനെ കൈയടിക്കും, ഹാ 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 എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുന്ന സമയത്ത് വായ അടയ്ക്കുന്നതിന് മുന്നേ കുറച്ച് ഇസ്ലാം മത വിമർശനം ഇട്ട് കൊടുക്കുക. ബും, തീർന്നു. അപ്പോൾ അവിടെ തീരും അതിൻ്റെ ആ ഒരു നെകളിപ്പ്. അങ്ങനെയാണ് ഇതിനെ നിങ്ങൾ ഏർപ്പെടേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതൊക്കെ ഒരു ടെക്നിക്കായിട്ട് നിങ്ങൾ മനസ്സിലാക്കി ഇതെടുത്താൽ ഈ ഒരു കുരു പൊട്ടുന്ന പരിപാടി, ഈ വ്രണം പൊട്ടിയൊലിക്കുന്ന പരിപാടി, മതവ്രണം, ഞാൻ സാന്ദർഭികമായിട്ട്
എൻ്റെ സ്കൂൾ ഗ്രൂപ്പിൽ കേൾക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക, സ്കൂൾ ഗ്രൂപ്പിൽ ഈ ബക്രീദിനോടനുബന്ധിച്ചിട്ട് നടന്ന ദിവസങ്ങളിൽ എല്ലാവരും വന്നിട്ട് ഈദ് മുബാറക്ക് പറയുകയാണ്. അപ്പോൾ അവരവരുടെ കമ്പനി, അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ അതിൻ്റെ ബാനറിൽ അവരുടെ ഇതായിട്ടുള്ള ചിത്രങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവർ അവിടെ ഈദ് മുബാറക്ക് പറയുന്ന കൂട്ടത്തിൽ ഞാനും ഒരു ഈദ് മുബാറക്ക് പറഞ്ഞു. കൂടെ നമ്മളുടെ ആ ഒരു കാർട്ടൂണൊക്കെ വെച്ചിട്ടുള്ള സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നെസസറി സാക്രിഫൈസ് എന്നാണ് സിൻവർ പറഞ്ഞത്, യഹിയ സിൻവർ. അപ്പോൾ അതിൽ എന്താണ് ഉദ്ദേശിച്ചത്? അവിടെ നമ്മൾ കണ്ടത് ഓക്കെ, ബലി കൊടുക്കുക എന്ന് പറയുന്നൊരു ത്യാഗ മനോഭാവമാണ്. അവിടെ മനുഷ്യനെ ബലി കൊടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ കത്തിയെടുത്ത് ഇറങ്ങി തിരിച്ച ഒരു ഇബ്രാഹിമിനെയാണ് നമ്മൾ കണ്ടതെന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഇത് കൊന്നോ ഇല്ലയോ എന്നുള്ളതല്ല, കൊന്നിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം, കൊന്നത് ആടിനെയാണ്. പക്ഷേ അങ്ങനെ കേൾക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ വരുന്നൊരു ചിന്ത എന്താണ്? അയ്യേ, മനുഷ്യനെ കൊല്ലാൻ പറയും, ഇതെന്തോട്ട് ദൈവമാണ് എന്നാണോ നമുക്ക് തോന്നിയത്? ഓഹോ കൊല്ലണോ, ഇതാ വരുന്നു എന്ന് പറയാനാണോ നമുക്ക് തോന്നിയത്? ഇത് നമ്മൾ ആലോചിക്കണം. നിങ്ങൾ കൊന്നോ കൊന്നില്ലേ എന്നുള്ളത് സെക്കൻഡറി ആണ്. പക്ഷേ ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് കൊല്ലണമെന്ന് തോന്നി, നിങ്ങൾ അതിനു വേണ്ടി ഇറങ്ങിത്തിരിച്ചു, നിങ്ങളുടെ മനസ്സതിന് നിങ്ങൾ പാകപ്പെടുത്തി എന്ന് വരുന്നിടത്ത് അതൊരു വലിയ അപകടമാണ് എന്നതാണ്. അവിടെ നിങ്ങൾ ആദ്യം കൊന്നത് എന്താണ്? ഇബ്രാഹിം ഇസ്മായിലിനെ അറക്കാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്ന സമയത്ത് അതിനുവേണ്ടി നിങ്ങൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ ആദ്യം നിങ്ങൾ കൊന്നത്, ഇബ്രാഹിം കൊന്നത് ഈ ഇസ്മായിലിൻ്റെ ഹ്യൂമൻ റൈറ്റിനെയാണ്. ആ ബാലൻ്റെ അവകാശത്തെയാണ് കൊന്നത്. ജീവിച്ചിരിക്കാനുള്ള അവകാശത്തെ നിങ്ങൾ അപ്പം തന്നെ കൊന്നു, അവൻ്റെ ആ റൈറ്റിനെ നിങ്ങൾ കൊന്നു. എന്നിട്ട് പിന്നെയാണ് അവൻ്റെ ജീവൻ നിങ്ങൾ എടുക്കാൻ പോകുന്നുള്ളൂ. അതിന് മുന്നേ നമ്മളുടെ ചെകുത്താൻ കല്ല് എടുത്ത് എറിഞ്ഞ് കല്ലേറൊക്കെ ഏറ്റുവാങ്ങിയതിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. കൊല്ലരുത് ഇബ്രാഹിമെ, മനുഷ്യക്കുഞ്ഞാണ്, എൻ്റെ മോനാണ്, അങ്ങനെ കൊല്ലരുത് എന്ന് പറഞ്ഞ് ആ ചെകുത്താനെയാണ് മനുഷ്യനെ കൊല്ലരുത് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ പണ്ട് കല്ലെടുത്ത് എറിഞ്ഞതും ഇന്നിപ്പോൾ AK-47 എടുത്ത് വെച്ച് വെടി വെക്കുന്നത് പോലെ കാണിക്കുന്നത്. ജംറയിൽ വെടി വെക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ പോകുന്നതിന് വേണ്ടിയിട്ടാണ്. അതിന് പിന്നിലുള്ള ഐതിഹ്യം അതാണ്. അപ്പോൾ ഇത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ആ ഒരു സംഭവം അവിടെ ഉള്ളതുകൊണ്ട് ഈ മനുഷ്യനെ കൊല്ലുക എന്ന് പറയുന്നത് വേണമെങ്കിൽ ചെയ്യാം എന്നുള്ളൊരു നിലയിലേക്ക് വരെ മനസ്സിനെ പരുവപ്പെടുത്തുന്ന ഒരവസ്ഥ അതിവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഒരു വാർ ടാക്റ്റിക് ആയിക്കൊണ്ട് നിങ്ങൾക്കൊരു സൂയിസൈഡ് ബോംബർ പോലും ആകാം എന്ന് പറയുന്ന തലത്തിലേക്ക് ജാക്കിർ നായിക്കിനെ പോലെയുള്ള ആളുകളൊക്കെ ഇവിടെ പറഞ്ഞു വെച്ചതും അത് പറഞ്ഞിട്ടുള്ള ഫത്വ കൊടുത്തിട്ടുള്ള ആളുകളുടെ ആ ഫത്വകൾ ഏറ്റു പറയുന്നതൊക്കെ നിങ്ങൾ കണ്ടതും അത് ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് ലോകത്ത് സൂയിസൈഡ് ബോംബിംഗ് നടക്കുന്നതും അതിൻ്റെ പേരിലാണ്. അതായത് അങ്ങനെയുള്ള അവസരങ്ങളിൽ നിങ്ങൾക്ക് അത്തരത്തിലുള്ള സ്വന്തം ജീവൻ ത്യജിക്കാൻ, അത് സൂയിസൈഡ് എന്ന് അതിനെ വിളിക്കില്ല എന്ന നിലയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ച് നിർത്തിയിരിക്കുന്നത് ഇങ്ങനെയുള്ള ആശയത്തിൻ്റെ പുറത്താണ്. ഇസ്ലാം ഡേഞ്ചർ ആവുന്നത് അവിടെയാണ്. അങ്ങനെയുള്ളൊരു സംഭവം ഇവിടെ ഉണ്ടാവുന്നു. ഇത് തന്നെയാണ് ഹമാസ് സ്വന്തം ജനതയെ ഇതുപോലെ കുരുതി കൊടുത്തുകൊണ്ട് അവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ പൊളിറ്റിക്കൽ ഗെയിൻസ്, അതിനു വേണ്ടിയിട്ട് പണം സമ്പാദിക്കാനും എല്ലാത്തിനും വേണ്ടിയിട്ട് അവർ ഗാസൻ സിവിലിയൻസിനെ കൊന്നുതള്ളിക്കൊണ്ടിരിക്കുന്നു. അതിനു വേണ്ടിയിട്ട് ഉണ്ടാകുന്ന മരണക്കണക്കുകൾ അവർ പെരുപ്പിച്ച് കാണിക്കുന്നു. അത് വെച്ചുകൊണ്ട് ബാർഗനിങ് നടത്തുന്നു. ഇതാണ് അവർ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് എതിരെ നിങ്ങൾ ശബ്ദിക്കണം എന്ന് പറഞ്ഞിട്ട് ഗാസയിൽ ഇന്ന് ഇതുപോലെ സ്വന്തം ഭരണാധികാരികളുടെ കൈകൊണ്ട് തന്നെ കൊല്ലപ്പെടുന്ന ഗാസക്കാർക്കും ഈദ് ആഘോഷിക്കാനുള്ള അവകാശമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരോടൊപ്പമാണ് നമ്മൾ നിൽക്കേണ്ടത് എന്ന് പറഞ്ഞ് അവർക്ക് ഒരു ഈദ് മുബാറക്കും പറഞ്ഞിട്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടതാണ്. അതിട്ടതോടുകൂടി ആ ഗ്രൂപ്പിൽ വലിയ ഒരു കലാപമായി. അതിടാൻ പാടില്ല, അതിവിടെ പ്രശ്നമാണ് എന്നുള്ള രീതിയിലേക്ക് വരുന്നു. ഇതാണ് നമ്മളുടെ നാട്ടിലൊരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ കാണുന്ന ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില പേഴ്സണൽ മെസ്സേജസൊക്കെ വന്നു. നമ്മൾ സുഹൃത്തുക്കൾ തന്നെയാണ്. നമ്മൾ അവരോട് പറഞ്ഞു, ഇത് എനിക്കറിയാതെയല്ല സത്യത്തിൽ നമ്മൾ ആ പോസ്റ്റ് അവിടെ ഇടുന്നത്, നമുക്കറിയാം ഇത് പ്രശ്നമാവുന്നുള്ളത്. പക്ഷേ ഇത് നമ്മളവിടെ പറയേണ്ട ഘട്ടത്തിൽ അതവിടെ ചെറിയ രൂപത്തിലെങ്കിലും നമ്മൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇതൊരിക്കലും തീരാൻ പോകുന്നില്ല. ഇതിങ്ങനെ ക്യാരി ഫോർവേഡ് ചെയ്തുകൊണ്ടേ പോകും. അടുത്ത വർഷം ഇത് വരുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കും. ഇതേ ഗ്രൂപ്പിൽ തന്നെയാണ് പണ്ടൊക്കെ ഉണ്ടായിട്ടുള്ളത്. എന്തെങ്കിലും പറഞ്ഞാൽ അടുത്തതിന് ഉടനെ അറബിയിലാണ് വന്നിട്ട് എല്ലാവരും വന്നിട്ട് പറയുക. അപ്പോൾ നമ്മൾ അവർക്കൊന്നും മനസ്സിലാവാത്ത കൊറിയൻ ഭാഷയിൽ ഇതുപോലെ ഒരു സാധനം തിരിച്ചിട്ടപ്പോൾ പിന്നെ എല്ലാവർക്കും കാര്യം മനസ്സിലായി. പിന്നെ അറബിയൊക്കെ അങ്ങ് മാറ്റിവെച്ചു. മനുഷ്യനും ഇടപഴകുന്ന സമയങ്ങളിൽ അവിടുത്തെ ആദ്യത്തെ മര്യാദ എന്ന് പറയുന്നത് പരസ്പരം സംസാരിക്കുമ്പോൾ അവിടെ പങ്കുവെക്കുന്ന കാര്യങ്ങൾ മനുഷ്യന്മാർക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ഭാഷയിലാവുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് മലയാളത്തിൽ ചെയ്യുന്നത്. അതിന് പകരം ഞാനിപ്പോൾ ഇവിടെ നിന്ന് ചൈനീസിൽ നിങ്ങൾക്ക് ഒരു തരത്തിലും മനസ്സിലാവാത്തൊരു ഭാഷയിലാണ് ഇത് ഇരുന്ന് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഇത് മനസ്സിലാകാൻ പോലും സാധിക്കാത്ത ആളുകളാണ് നമ്മളുടെ മുന്നിലുള്ളത്, സമൂഹത്തിലുള്ളത്. അവിടെ ഈ ഭാഷയ്ക്കൊരു ഔന്നിത്യം കൽപ്പിച്ചുകൊണ്ട് അത് ദൈവിക ഭാഷയാണെന്ന് വരെ കാണുന്ന തലത്തിലേക്ക് പോകുമ്പോഴാണ്, അതിലൊക്കെ ചില മതങ്ങൾ മുഴച്ചു നിൽക്കുന്നതായിട്ട് വരുമ്പോഴാണ്, അതിൽപ്പെട്ട മതം അത് ഇസ്ലാമായി വരുമ്പോഴാണ് നമുക്ക് ഇസ്ലാമിനെ എടുത്തു പറയേണ്ടി വരുന്നത്. എല്ലാ ആളുകളും ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് ഇസ്ലാമിനെ മാത്രം വിമർശിക്കും? ഇതൊക്കെ തന്നെയാണ് കാരണം. അത് നമ്മൾ ഇനിയും ആവർത്തിക്കും, പറയും. അത് നിങ്ങൾക്ക് ഏറ്റെടുക്കാം, ഏറ്റെടുക്കാതിരിക്കാം. പക്ഷേ പറയാനുള്ള പണി അത് നമ്മൾ ചെയ്യും. കാരണം ഇതിൻ്റെ പ്രശ്നങ്ങൾ നിരന്തരമാണ്.
ഇന്നലെയും നമ്മൾ കണ്ടു ആളെ പച്ചയ്ക്ക് കത്തിച്ച് കൊല്ലുന്നത്. അപ്പോൾ അതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ ഇവിടെ ആവർത്തിക്കുമ്പോൾ നമുക്കിതിനെക്കുറിച്ച് മറിച്ച് പറയാനുള്ള കാര്യങ്ങളും ആവർത്തിക്കേണ്ടതായിട്ട് വരും, ഇനിയും ആവർത്തിക്കും എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. ബാക്കി നാളെ നമുക്ക് സംസാരിക്കാം. ഇന്ന് ഇത്രയും പറഞ്ഞിട്ട് പോകുന്നു. അപ്പോൾ ഗുഡ് നൈറ്റ്. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.